അസ്സലാമു അലൈക്കും. 10ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 1 മുതൽ 16 വരെയുള്ള പാഠങ്ങളുടെ തെദിരീബാത്താണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കാനുള്ള കാരണം, കഴിഞ്ഞ 5 വർഷത്തെ പൊതുപരീക്ഷാ പേപ്പറുകൾ, അതുപോലെ പാദവാർഷിക പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷാ പേപ്പറുകളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെദിരീബാത്തുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് എല്ലാ പാഠങ്ങളുടെയും തെദിരീബാത്ത് അടങ്ങുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഓരോ പാഠത്തിലെയും തെദിരീബാത്തുകൾ പഠിക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ പാഠം മജ്ലിസുൽ ഇൽമ്, മബിനി, മുഅറബ് എന്നിവയെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തെദിരീബാത്തുകളെ നമുക്ക് പഠിക്കാം. അസ്മാഉ സിത്ത, 6 ഇസ്മുകളാണ്. നോക്കാം. അബൂക, അഹൂക, ഹനൂക, ഹമൂക്കി, ഫൂക, റുമാലിൻ. ഈ 6 അസ്മാഉ സിത്ത. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അസ്മാഉ സിത്തയും അംസിലത്തുൽ ഹംസയും. ഇത് കാണാതെ പഠിക്കണം. രണ്ടാമത്തത് അംസിലത്തുൽ ഹംസ. യഫ്അലാനി, യഫ്അലൂന, തഫ്അലാനി, തഫ്അലീന, തഫ്അലൂന. ഈ വസനിക്ക് വരുന്ന പദങ്ങളൊക്കെ എന്താണ്? അംസിലത്തുൽ ഹംസയിൽ പെട്ടതാണ്. സ്വഹീഹ്, ശരിയാക്കുക. ഇതിൽ ആദ്യ കോളത്തിൽ കൊടുത്ത ഉദാഹരണങ്ങളൊക്കെ തെറ്റാണ്. അതിന്റെ ശരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവ തെറ്റിപ്പോയത് എന്ന് നോക്കാം. ഹാദ അബീക. ഇവിടെ അബു എന്നുള്ളത് അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. ഇവിടെ അസ്മാഉ സിത്തക്ക് റഫ്അ ചെയ്യേണ്ടത് യാ കൊണ്ടല്ല, വാവ് കൊണ്ടാണ്. അതായത് ഇവിടെ ഖബർ ആണല്ലോ, അതിന് റഫ് ആണല്ലോ. അസ്മാഉ സിത്തക്ക് റഫ്അ ചെയ്യേണ്ടത് വാവ് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അബൂക എന്നാണ് പറയേണ്ടത്. രണ്ടാമത്തത് ഹുമ. ഹുമ എന്ന് വന്നാൽ പിന്നെന്താണ്? യഗ്സിലാനി എന്നുള്ളതാണ്. യഗ്സിലീന എന്നുള്ള ഒരു വാക്കല്ല. അൻതും ജംആണ്, അപ്പൊ തഷ്കുറാനി എന്നതല്ല, തഷ്കുറൂന എന്നതാണ് അതിന്റെ ശരി. ജാഅൽ മുസ്ലിമീന. ഇവിടെ മുസ്ലിമീന എന്നുള്ളത് ഫാഇലാണ്. ഫാഇൽ ആവുമ്പോൾ അവിടെ റഫ്അ വരണം. മുസ്ലിമീന എന്നുള്ളതോ ജംഅ മുദക്കർ സാലിമാണ്. ജംഅ മുദക്കർ സാലിമിന് റഫ്അ ചെയ്യേണ്ടത് യാ കൊണ്ടല്ല, വാവ് കൊണ്ടാണ്. അതുകൊണ്ട് ജാഅൽ മുസ്ലിമൂന എന്ന് പറയേണ്ടത്. അടുത്തത് റഅയ്തു, ഞാൻ കണ്ടു. ഫിഇലുമായി ഫാഇലുമായി. മുസ്ലിമാത്ത്, മുസ്ലിമാത്തൻ എന്ന് പറയുമ്പോൾ മഫ്ഊലാണ്. മഫ്ഊൽ നെസ്ബാണ് ചെയ്യേണ്ടത്. പക്ഷേ മുസ്ലിമാത്തൻ എന്നുള്ള പദം ജംഅ മുഅന്നസ് സാലിമാണ്. ജംഅ മുഅന്നസ് സാലിമിന് നെസ്ബ് ചെയ്യേണ്ടത് ഫത്ഹ് കൊണ്ടല്ല, കസ്ർ കൊണ്ടാണ്. അതുകൊണ്ട് റഅയ്തു മുസ്ലിമാത്തിൻ എന്നാണ് പറയേണ്ടത്. അടുത്തത് ലം യഅസിയാനി എന്നുള്ളിടത്ത് ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നൂനിനെ കളയണം എന്നാണല്ലോ. അപ്പൊ ലം യഅസിയ എന്നാണ് അതിന്റെ ശരി. ലൻ യർളയ എന്ന പദം തെറ്റാണ്. ലൻ യർള എന്നതാണ് അതിന്റെ ശരി. അജിബ്, ഉത്തരം പറയുക. അൽ മുഅറബു മാ ഹുവ, എന്താണ് മുഅറബ്? മാ തഗയ്യറ ആഖിറുഹു ബിതഗ്യരിൽ അവാമിലി, ആമിലുകൾ മാറുന്നത് കൊണ്ട് അവസാനം മാറിയതാണ് മുഅറബ്. അൽ മബ്നിയു മാ ഹുവ, എന്താണ് മബ്നി? മാ ലാ യതഗയ്യറു ആഖിറുഹു ബിതഗ്യരിൽ അവാമിലി, ആമിലുകൾ മാറിയത് കൊണ്ട് അവസാനം മാറാതിരിക്കുന്നതാണ് മബ്നി. അൽ ഇഅ്റാബു മാ ഹിയ, ഏതൊക്കെയാണ് ഇഅ്റാബുകൾ? അർ-റഫ്ഉ വൻ-നസ്ബു വൽ-ജർറു വൽ-ജസ്മു. ഇവ 4 ഇഅ്റാബുകൾ. അൽ-ജർറു മുഖ്തസ്സും ബിമാ, ജർറ് പ്രത്യേകമാണ് എന്തുകൊണ്ട്? അൽ-ജർറു മുഖ്തസ്സും ബിൽ അസ്മാഇ, ഇസ്മുകൾ കൊണ്ട് ജർറ് പ്രത്യേകമാണ്. അൽ-ജസ്മു മുഖ്തസ്സും ബിമാ, ജസ്മ് പ്രത്യേകമാണ് എന്തുകൊണ്ട്? അൽ-ജസ്മു മുഖ്തസ്സും ബിൽ അഫ്ആലി, ഫിഅലുകൾ കൊണ്ട് ജസ്മ് പ്രത്യേകമാണ്. മാ യുഅറബു ബിൽ അലാമാത്തിൽ ഫുറൂഇ മാ ഹുവ, ശാഖാപരമായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നത് ഏതെല്ലാമാണ്? 7 ഉണ്ട്. അസ്മാഉ സിത്ത, മുസന്ന, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം, അതുപോലെ ഫിഅലിന്റെ അവസാനം മുഅത്തല്ലായത്, അംസിലത്തുൽ ഹംസ. ഈ 7 ശാഖാപരമായ അടയാളങ്ങൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നതാണ്. ബൈൻ, വ്യക്തമാക്കുക. ഇഅ്റാബുൽ അസ്മാഇ സിത്ത,
അസ്മാഉ സിത്തയുടെ ഇഅ്റാബ് തുർഫഉ ബി വാവിൻ, വാവ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി അലിഫിൻ, അലിഫ് കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി യാഇൻ, യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബുൽ മുസന്ന, മുസന്നയുടെ ഇഅ്റാബ് തുർഫഉ ബി അലിഫിൻ, അലിഫ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി യാഇൻ, യാ കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി യാഇൻ, യാ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബുൽ ജംഇ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിമിന്റെ ഇഅ്റാബ് തുർഫഉ ബി വാവിൻ, വാവ് കൊണ്ട് റഫ്ഉ. വതുൻസബു ബി യാഇൻ, യാ കൊണ്ട് നസ്ബ്. വതുജറു ബി യാഇൻ, യാ കൊണ്ട് തന്നെയാണ് ജറും ചെയ്യപ്പെടേണ്ടത്. ഇഅ്റാബുൽ ജംഇൽ മുഅന്നസി സാലിം, ജംഉ മുഅന്നസ് സാലിമിന്റെ ഇഅ്റാബ് തുർഫഉ ബി ളമ്മിൻ, ലമ്മ് കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു ബി കസ്റത്തിൻ, കസ്ർ കൊണ്ട് നസ്ബും ചെയ്യപ്പെടും. വതുജറു ബി കസ്റത്തിൻ, കസ്ർ കൊണ്ട് ജറും ചെയ്യപ്പെടും. ഇഅ്റാബു അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയുടെ ഇഅ്റാബ് തുർഫഉ ബി സുബൂത്തിൻ നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് റഫ്ഉ ചെയ്യപ്പെടും. വതുൻസബു വതുജ്സമു ബി ഹദഫിഹാ, നൂനിനെ കളഞ്ഞുകൊണ്ട് ജസ്മും നസ്ബും ചെയ്യപ്പെടും. ഇഅ്റാബുൽ ഫിഅലിൽ മുഅ്തലിൽ ആഖിർ, ഫിഅലിന്റെ അവസാനം മുഅ്തലായതിന്റെ ഇഅ്റാബ് ഇൻകാന ആഖിറുഹു, ആ ഫിഅലിന്റെ അവസാനമായാൽ അലിഫൻ, അലിഫാണെങ്കിൽ യുൻവ ഫീഹി അർറഫ്ഉ വന്നസ്ബു, നസ്ബിനെയും റഫ്ഇനെയും അവിടെ കരുതപ്പെടണം. വയുജ്സമു ബി ഹദഫിൽ അലിഫി, അലിഫിനെ കളഞ്ഞുകൊണ്ട് ജസ്മും ചെയ്യപ്പെടും. വഇൻകാന ആഖിറുഹു വാവൻ ഔ യാഅൻ, ഇനി മുഅ്തലായ ഫീലിന്റെ അവസാനത്തിൽ വന്നത് വാവ് അല്ലെങ്കിൽ യാ ആണെങ്കിൽ യുൻവ ഫീഹ, അവിടെ കരുതപ്പെടണം അർറഫ്ഉ, റഫ്ഇനെ. വയുജ്സമു, ജസ്മു ചെയ്യപ്പെടും. ബി ഹദഫിഹിമാ, യാഇനെയും വാവിനെയും കളഞ്ഞുകൊണ്ട് ജസ്മു ചെയ്യപ്പെടും. വയുദ്ഹറു, പ്രകടമാകപ്പെടും. ഫീഹിമാ, ആ വാവിന്റെയും യാഇന്റെയും മേൽ അന്നസ്ബു, നസ്ബ്, അതായത് നസ്ബ് വാവിന്റെ മേലും യാഇന്റെ മേലും വെളിവാകും, അവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാം പാഠം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഫാഇലിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തദ്രീബാത്തുകൾ നമുക്ക് നോക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. ഖാലത് ഇംറഅതു ഫിർഔന ഖുറത്തു ഐനിൻ ലി വലക്. ഇവിടെ ഇംറഅത്ത് എന്നുള്ളത് ഹഖീഖിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ ഇവിടെ മാദിയിൽ തഅനീസിന്റെ താഇനെ ചേർക്കണം. രണ്ടാമത്തത് ഇഖ്തറബതി സാഅതു വൻഷഖൽ ഖമർ. ഇവിടെ സാഅത്ത് എന്നുള്ളത് മജാസിയായ മുഅന്നസാണ്. അതിലേക്ക് ഫിഇലിനെ ചേർത്താൽ മാദിയായ ഫിഇൽ തഅനീസിന്റെ താഇനെ ചേർത്തും ചേർക്കാതെയും പറയാം. ഇഖ്തറബ സാഅതു എന്ന് പറയാം, ഇഖ്തറബത് സാഅതു എന്നും പറയാം. അടുത്തത് അതൽ ഖാദിയ ഇംറഅതു അസീസിൻ. ഇവിടെ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവുണ്ട്. ഖാദിയ എന്ന പദം വന്നു, അപ്പോ അതത്ത് എന്ന് പറയാം, ഇനി ത ഒഴിവാക്കിയാണ്ട് അത എന്നും പറയാം. അടുത്തത് മാ ജാഅ ഇല്ല ഉമ്മുക. ഉമ്മ എന്നുള്ളത് എന്താണ്? ഫാഇലാണ്. ജാഅ എന്നുള്ളത് ഫിഇലുമാണ്. പക്ഷെ ഈ ഫിഇലിന്റെയും ഫാഇലിന്റെയും ഇടയിൽ ഒരു വിടവ് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ജാഅ എന്ന് പറയാം, ഇനി താഇനെ ചേർത്ത് ജാഅത്ത് എന്നും പറയാം. നുജീബു, നമുക്ക് ഉത്തരം പറയാം. അൽ ഫാഇലു മാ ഹുവ, എന്താണ് ഫാഇൽ? അൽ ഫാഇലു, ഫാഇൽ എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ഉസ്നിദ ഇലൈഹി, ആ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടു. ഫിഇലുൻ മുഖദ്ദമുൻ, മുൻകടക്കപ്പെട്ടതായ ഒരു ഫിഇൽ. രണ്ടാമത്തത് യൽഹഖുൽ ഫിഇല താഉ തഅനീസിൻ സാകിനത്തുൻ മതാ. സുകൂനുള്ള തഅനീസിന്റെ താഇനെ ഫിഇലിൽ ചേർക്കും എപ്പോൾ? ഇദാ ഉസ്നിദ ഇലാ ളമീരിൻ, ഒരു ളമീറിലേക്ക് ചേർക്കപ്പെട്ടാൽ യർജിഉ, ആ ളമീർ മടങ്ങുന്നു ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്. ഔ മജാസിൻ, അല്ലെങ്കിൽ മജാസിയായ മുഅന്നസിലേക്ക്. ഔ, അതുമല്ലെങ്കിൽ ഉസ്നിദ, ഫിഇലിനെ ചേർക്കപ്പെട്ടു ഇലാ മുഅന്നസിൻ ഹഖീഖിയിൻ, ഹഖീഖിയായ മുഅന്നസിലേക്ക്. യൽഹഖുൽ ഫിഇലൽ മാദിയ, മാദിയായ ഫിഇലിൽ ചേർക്കും. താഉ തഅനീസിൻ സാകിനത്തുൻ, സുകൂനുള്ള തഅനീസിന്റെ താഇനെ ചേർക്കും. യുബാഹു തർക്കു താഇ മത,
താഇനെ കളയൽ ഹലാലാകും, ജായിസാകും എപ്പോൾ? ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി യുബാഹു തർക്കു താഇ. ഇദാ ഫുസില ബൈനൽ ഫിഇലി വഫാഇലിഹിൽ മുഅന്നസിൽ ഹഖീഖി, ഫിഇലിന്റെയും മുഅന്നസ് ഹഖീഖിയായ ഫാഇലിന്റെയും ഇടയിൽ വിടവുണ്ടായാൽ യുബാഹു ജായിസാകും, തർക്കു താഇ താഇനെ ഉപേക്ഷിക്കൽ. സ്വഹിഹിൽ ഖത്അ വമയ്യിസി സ്വഹീഹ, തെറ്റ് ശരിയാക്കുക, ശരിയായത് വേർതിരിക്കുക. ഒന്നാമത്തത് അശ്ശംസു ത്വലഅ, ഇത് തെറ്റാണ്. കാരണം ഷംസ് എന്നത് മുഅന്നസ് മജാസിയാണ്. അപ്പൊ ത്വലഅ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ലൊമീർ ഷംസിലേക്ക് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ത്വലഅ എന്ന മാദിയായ പദത്തിന്റെ അവസാനത്തിൽ തഅനീസിന്റെ സാക്കിനായ തഅനീസിന്റെ താഇനെ ചേർത്ത് കൊടുക്കണം. അപ്പോ അശ്ശംസു ത്വലഅത് എന്നാകും. രണ്ടാമത്തത് ഷരിബ ബിൻതുക്കി ലബനൻ. ഇവിടെ ഷരിബ എന്നതിന്റെയും ബിൻതുക്കി എന്നതിന്റെയും ഇടയിൽ എന്തില്ല? ഫസ്ലില്ല, വിടവില്ല. അതുകൊണ്ട് തന്നെ ബിൻത് എന്നത് ഹഖീഖിയായ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ എന്ത് വേണം? അവിടെ താഇനെ ചേർത്ത് കൊടുക്കണം. അപ്പോ ഷരിബത് ബിൻതുക്കി എന്ന് ചേർക്കണം. മൂന്നാമത്തത് ദഹബ ഇലാ ബൈതി അഖീക, നിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. ആര്? ഉമ്മുക, നിന്റെ ഉമ്മ. ഇവിടത്തെ ഫായില് ഉമ്മ എന്നുള്ളതാണ്. പക്ഷെ ഉമ്മ എന്നതിന്റെയും ഫായിലിന്റെയും ഈ ദഹബ എന്ന ഫെയിലിന്റെയും ഇടയിൽ ഇത് ഒരു വിടവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദഹബ എന്ന പദത്തിന് താ കൊടുത്തും കൊടുക്കാതെയും പറയാം. അപ്പോ ഈ വാചകം ശരിയായ വാചകമാണ്. അതാണ് മയ്യിസ്, ശരിയായതിനെ വേർതിരിക്കാനാണല്ലോ. ശരിയായ പദം ഇതാണ്, ലാസ്റ്റ് പറഞ്ഞതാണ്. ഇത് രണ്ടും തെറ്റാണ്. ഇനി നമുക്ക് മൂന്നാം പാഠം അൽ അഖ്ബാറുൽ ഹായില, നായിബ് ഫാഇലിനെ കുറിച്ച് അതുപോലെ തന്നെ മജ്ഹൂലിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തിദിരിബാത്തുകൾ നമുക്ക് പഠിക്കാം. ഇനി നമ്മുടെ പാഠത്തിലും തെദിരീബാത്തിലും കൂടെയുള്ള നായിബ് ഫായിലുകളുടെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം മാദിയായ ഫീലുകളാണ്. മുളാരിയായ ഫീലിനെ കുറിച്ച് നമ്മൾ പറയും. ആദ്യം നമുക്ക് മാദിയായ ഫീലിനെ കുറിച്ച് പറയാം. അതായത് മജ്ഹൂലിന് ശേഷമായിരിക്കും നായിബ് ഫായില് വരിക. മജ്ഹൂലായ ഫീലിന് ശേഷം വരുന്ന ഇസ്മാണല്ലോ നായിബ് ഫായില്. ഇവിടെ ഉൽഖിയ, ഇടപെട്ടു, അത്ഫ്ലു, കുട്ടി, ഫിന്നഹരി, നദിയിൽ, കുട്ടി നദിയിൽ ഇടപെട്ടു. അതായത് മജ്ഹൂലായ ഈ ഫിഇലിന് ശേഷം ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും നായിബ് ഫായില് വരിക. നോക്കാം. ഉൽഖിയ, ഇടപെട്ടു. ആര്? അത്ഫ്ലു, കുട്ടി. കണ്ടോ? കുട്ടി ഇടപെട്ടു, ഫിന്നഹരി, നദിയിൽ. അടുത്തത് ഗൈള, വറ്റപ്പെട്ടു. എന്ത്? അൽമാഉ, വെള്ളം. അപ്പൊ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും നായിബ് ഫായില്. മൂന്നാമത്തത് ഖുത്തില, കൊല്ലപ്പെട്ടു. ആര്? അൽ അസ്കരിയു, സൈനികൻ. കണ്ട? അപ്പൊ ഇത് അസ്കരിയു എന്നുള്ളത് എന്താണ്? നായിബ് ഫായിലാണ്. കാരണം അതിന് മുമ്പ് ആരാണ്? ഖുത്തില എന്ന മജ്ഹൂലായ ഫീലാണ്. ഇതിന് ഫായിൽ ഉണ്ടാവുകയില്ല. എങ്കിലും അസ്കരി എന്നുള്ളത് എന്താണ്? ഫായിലിന് പകരം മഫ്ഊലും ബിഹി ആയി വന്നിരിക്കുന്നു. നുസിറ, സഹായിക്കപ്പെട്ടു. ആര്? അൽ ഫഖീറു. കണ്ടോ? ഫഖീർ. അടുത്തത് കുസിറ, പൊട്ടിക്കപ്പെട്ടു. എന്ത്? സുജാജതു. കണ്ടോ? സ്ഫടികം. അടുത്തത് ഉൻതുലിഖ, കൊണ്ടുപോകപ്പെട്ടു. ആര്? ബിസൈദിൻ, സെയ്ദ്. അടുത്തത് ഉസില, കഴുകപ്പെട്ടു. എന്ത്? അൽ യദു, കൈ. അതായത് മജ്ഹൂലായ ഫീലിന് ശേഷമായിരിക്കും നായിബ് ഫായില് വരിക. ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും നായിബ് ഫായില് വരിക. ഇനി മുളാരി ആയ, മജ്ഹൂലായ അല്ലെങ്കിൽ നായിബ് ഫായിലുകൾക്കുള്ള ഉദാഹരണങ്ങൾ നോക്കാം. യുക്റഹു, കറാഹത്താക്കപ്പെടും. യുക്റഹു, കറാഹത്താക്കപ്പെടും. തമന്നിൽ മൗത്ത, മരണത്തെ ആഗ്രഹിക്കൽ കറാഹത്താക്കപ്പെടും. അടുത്തത് യുഉമറു, കൽപ്പിക്കപ്പെടും. യുഉമറു സ്വലാത്തു, നിസ്കാരം കൽപ്പിക്കപ്പെടും. അതായത് യുഉമറു, കൽപ്പിക്കപ്പെടും. എന്ത്? സ്വലാത്ത്, നിസ്കാരം. അതുപോലെ തന്നെ യുക്റഹു, കറാഹത്താക്കപ്പെടും. എന്ത്? തമന്നിൽ മൗത്ത, മരണത്തെ ആഗ്രഹിക്കൽ. അജിബ്, ഉത്തരം പറയുക. കൈഫ യുജ്അലുൽ മുളാരിഉ മജ്ഹൂലൻ, മുളാരിഇനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്?
യുജ്അലുൽ മുളാരിഉ മുളാരിഇനെ ആക്കപ്പെടും മജ്ഹൂലൻ മജ്ഹൂലാക്കും. എങ്ങനെ? ബിളമ്മി ഹർഫിൽ മുളാറഅതി മുളാറഅത്തിന്റെ ഹർഫിന് ലൊമ്മ് കൊടുക്കുക. വഫതഹി മാ ഖബ്ലിൽ ആഖിരി അവസാനത്തതിന് മുമ്പുള്ളതിന് ഫതഹും കൊടുക്കുക. കയുഫ്അലു യുഫ്അലു എന്നതുപോലെ വയുഫാഅലു യുഫാഅലു എന്നതുപോലെ. അടുത്ത ചോദ്യം, കൈഫ യുജ്അലുൽ മാളി മജ്ഹൂലൻ മാളിയെ എങ്ങനെയാണ് മജ്ഹൂലാക്കുന്നത്? യുജ്അലുൽ ഫിഅലുൽ മാളി മജ്ഹൂലൻ മാളിയായ ഫിഇലിനെ മജ്ഹൂലാക്കപ്പെടും ബിളമ്മി അവലിഹി മാളിയായ ഫിഇലിന്റെ ആദ്യത്തിൽ ലൊമ്മ് കൊടുക്കുക. വകസ്രി മാ ഖബ്ലൽ ആഖിരി അവസാനത്തതിന് മുമ്പുള്ളതിന് കസ്റും കൊടുക്കുക. കഫുഇല ഫുഇല എന്നതുപോലെ വഫുഇല ഫുഇല എന്നതുപോലെ. ഇനി നമുക്ക് നാലാം പാഠം അൽ മൗഇള. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് ലാസിമായ ഫിഅലുകൾ അതുപോലെ മുതഅദ്ദിയായ ഫിഅലുകൾ. ഇനി ലാസിമിനെ എങ്ങനെയൊക്കെ മുതഅദ്ദിയാക്കാൻ പറ്റും എന്നതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. നഖൂലു നമുക്ക് പറയാം. അൽ ഫിഅലു ഫിഇൽ എന്നത് നൗആനി രണ്ട് വിധത്തിലാണ്. ഏതൊക്കെ? ഒന്ന് ലാസിം, രണ്ടാമത്തത് മുതഅദ്ദി. വലാ യുബ്നാ മിനൽ അഫ്ആലിൽ ലാസിമ ലാസിമായ ഫിഅലുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുകയില്ല മജ്ഹൂലുൻ മജ്ഹൂല്. വസ്മു മഫ്ഊലിൻ ഇസ്മു മഫ്ഊൽ അതായത് ലാസിമായ ഫിഅലുകളിൽ നിന്ന് മജ്ഹൂലിനെയും ഇസ്മു മഫ്ഊലിനെയും നിർമ്മിക്കപ്പെടുകയില്ല. ഇനി ലാസിമായ ഫിഅലുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. വമിനൽ അഫ്ആലിൽ ലാസിമ ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് അഫ്ആലുൻ ഫിഅലുകൾ. എങ്ങനത്തെ ഫിഅലുകളാണ്? തദുല്ലു അത് അറിയിക്കുന്നു അലാ സജിയതി ഒരു പ്രകൃതിയുടെ മേൽ. ക നഹിമ നഹിമ എന്നതുപോലെ. അതായത് നഹിമന്റെ അർത്ഥം എന്താണ്? ഐ കസുറ അക്കുലുഹു അവന്റെ തീറ്റ കൂടുതലായി, അതാണ് നഹിമ എന്നതിന്റെ അർത്ഥം. കസുറ അക്കുലുഹു. വ ഷറുഫ ഷറുഫ എന്നതുപോലെ ബഹുമാന്യനായി. കറുമ മാന്യനായി. ജബുന പേടിയുള്ളവനായി. ഷജുഅ ധീരനായി. വനഹ്വിഹ ഇതുപോലത്തെ സജിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലുകളൊക്കെ എന്താണ്? ലാസിമായ ഫീലുകളിൽ പെട്ടതാണ്. വമിൻഹ അതിൽപ്പെട്ടതാണ്. അതിൽ എന്ന് പറഞ്ഞാല് ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് വസ്ന് ഇഫ്അലല്ല ഇഫ്അലല്ല എന്ന വസ്നിക്ക് വരുന്ന ഫിഅലുകൾ. നഹ്വു ഉദാഹരണം യഖ്ശഅറ ഇത്മഅന്ന ഈ രണ്ട് ഫീലുകളും ലാസിമാണ്. കാരണം എന്താ? ഈ രണ്ട് ഫീലുകളും ഇഫ്അലല്ല വസ്നിക്കാണ് വന്നത്. വസ്ന് ഇഫ്അല്ലല അതുപോലെ തന്നെ ഇഫ്അല്ലല വസ്നിക്ക് വരുന്ന ഫീലുകളും ലാസിമാണ്. നഹ്വു അതിന്റെ ഉദാഹരണമാണ് എന്ത്? ഇഹ്റഞ്ചമ. വമിൻഹ അതിൽപ്പെട്ടതാണ്, അതായത് ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ് അൽ അഫ്ആലു ഫിഅലുകൾ. അല്ലത്തി എങ്ങനത്തെ ഫീലുകളാണ്? തഖ്തദി നവാഫത്തൻ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾ. ഉദാഹരണം തത്വഹുറ വ നളുഫ തഹുറ നളുഫ എന്നതുപോലെ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന പദങ്ങൾ അല്ലെ. വൃത്തിയായി ശുദ്ധിയായി ഈ ഫീലുകൾക്കൊന്നും മഫ്ഊൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഔ ധനസന്യ അല്ല വൃത്തിയില്ലായ്മയെ അറിയിക്കുന്ന പദങ്ങൾ കദനിസ വസിഹ വസിഹ ദനിസ എന്നതുപോലെയുള്ള ഫീലുകൾ ചളിയായി. അപ്പോ ഈ ഫീലുകൾ വൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫീലുകൾ, അതായത് തൊഹുറ നുഫ. ഇനി വൃത്തിയില്ലായ്മയുടെ മേൽ അറിയിക്കുന്ന പദങ്ങൾ ഉദാഹരണം ദനിസ വസിഹ ഇവയൊക്കെ എന്താണ്? ലാസിമായ ഫീലുകളിൽ പെട്ടതാണ്. ഔ വസ്ഫൻ അല്ലെങ്കിൽ വിശേഷണം. എങ്ങനത്തെ? ഗൈറ സാബിത്തിൻ സ്ഥിരമല്ലാത്ത. ക മരിള മരിള എന്നതുപോലെ രോഗിയായി. കസില മടിയനായി. നഷിത ഉന്മേഷവാനായി. ഫരിഹ സന്തോഷവാനായി. ഇതൊക്കെ എന്താണ്? സ്ഥിരമല്ലാത്തൊരു വിശേഷണമാണ്. ഏത് സമയത്തും രോഗിയാവോ? അല്ലല്ലോ. ഏത് സമയത്തും സന്തോഷമാണോ? അല്ലല്ലോ. ഇതൊക്കെ എന്താണ്? ലാസിമായ ഫിഅലുകളിൽ പെട്ടതാണ്. വമിൻഹ ലാസിമായ ഫിഅലിൽ പെട്ടതാണ് അഫ്ആലുൽ മുതാവഅത്തി ലിൽ മുഅദ്ദ ലിവാഹിദിൻ ഒരു മുഅദ്ദയോട് അനുസരിച്ച് വരുന്ന ഫിഅലുകൾ. ഉദാഹരണം ഇംതദ്ദ ഇംതദ്ദ എന്നത് തഖൂലുനി പറയും. മദ്ദുഹു അതിനെ നീട്ടി. ഫംതദ്ദ അപ്പോൾ അത് നീണ്ടു. അതേപോലെ തന്നെ ദഹ്റജ്തുഹു ഞാൻ അതിനെ ഉരുട്ടി. ഫതദഹ്റജ അപ്പോൾ അത് നീതി അത് ഉരുണ്ടു.
ഇതൊക്കെ എന്താണ്? ലാസിമായ ഫെയിലുകളിൽ പെട്ടതാണ്. നുജീബു, നമുക്ക് ഉത്തരം പറയാം. കൈഫ യുജ്അലുൽ ഫിഅലു സുലാസിയു മുതഅദ്ദിയൻ, സുലാസിയായ ഫിഅല് മുതഅദ്ദിയാക്കപ്പെടുന്നത് എങ്ങനെ? ഇദാ വഖഫ്ത ഐനൽ ഫിഅലി സുലാസി, സുലാസിയായ ഫിഅലിനെ ഇരട്ടിപ്പിക്കുക. അതായത് ഫരിഹ എന്നുള്ളത് ഫറഹ എന്നാക്കാം. ഔ അല്ലാന്നുണ്ടെങ്കിൽ അദ്ഖൽത അലൈഹിൽ ഹംസ, അതിന്റെ ആദ്യത്തിൽ ഹംസയെ കൊടുക്കുക. ഉദാഹരണം ജലസ എന്നത് അജ്ലസ. യകൂനു മുതഅദ്ദിയൻ, അതെന്താവും? സുലാസിയായ ഫിഅല് മുതഅദ്ദിയായി മാറും. രണ്ടാമത്തത് അല്ലാസിമു മാ ഹുവ, എന്താണ് ഈ ലാസിം എന്ന് പറഞ്ഞാല്? ലാസിം എന്നാൽ അൽ ഫിഅലു, അതൊരു ഫിഅലാണ്. അല്ലദി, എങ്ങനത്തെ ഫിഅലാണ്? ലാ യതഅദ്ദാ ഇലാ മഫ്ഊലിൻ ബിഹി, മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടുകടക്കാത്ത ഫിഅലാണെന്ത്? ലാസിം. ഇനി അൽ മുതഅദ്ദി മാ ഹുവ, എന്താണ് മുതഅദ്ദി? ഇതിന്റെ നേരെ വിപരീതമാണ്. എന്താണ്? അൽ ഫിഅലു, അതൊരു ഫിഅലാണ്. അല്ലദി, എങ്ങനത്തതാണ്? യതഅദ്ദാ, അത് വിട്ടുകടക്കുന്നു. ഇലാ മഫ്ഊലിൻ ബിഹി, മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടുകടക്കുന്നു. ലാസിമായ ഫിഅലുകൾക്ക് ഒരിക്കലും എന്ത് വരൂല? മഫ്ഊലുൻ ബിഹി വരൂല. എന്നാൽ മുതഅദ്ദിയായ ഫിഅലുകൾക്കോ മഫ്ഊലുൻ ബിഹി വരും. അതാണ് ലാസിമും മുതഅദ്ദിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അഞ്ചാം പാഠം നഹ്നു ഹുനൂദുൻ, നഅത്ത് മൻഊത്തിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തദ്രീബാത്തുകൾ നമുക്ക് പഠിക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. ഒന്ന്, മാ അകൽതു, ഞാൻ തിന്നിട്ടില്ല. ഇല്ലാ തുആമൻ ജയ്യിദൻ, നല്ല ഭക്ഷണമല്ലാതെ. ഇവിടെ ഭക്ഷണം എന്ന് പറയുന്ന തുആമാണ് മൻഊത്ത്. അതിന്റെ വിശേഷണമാണെന്ത്? ജയ്യിദ് എന്നുള്ളത്, നല്ലത്. രണ്ടാമത്തത് അഖൂലു, ഞാൻ പറയുന്നു. ഖൗലൻ, വാക്കിനെ. സദീദൻ, നല്ല. ഇവിടെ നഅത്തിന്റെയും മൻഊത്തിന്റെയും ഒരു മലയാളത്തിൽ വരുന്ന ഒരു അർത്ഥശൈലി ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ ആയ എന്നൊരു അർത്ഥമായിരിക്കും. ഒന്നുകൂടി നോക്കാം. അഖൂലു, ഞാൻ പറയുന്നു. ഖൗലൻ, വാക്കിന്. എങ്ങനെയുള്ളതായ? സദീദൻ, നല്ലതായ. അഅ്മലു, ഞാൻ പ്രവർത്തിക്കുന്നു. അമലൻ, പ്രവർത്തനം. എങ്ങനെയുള്ളതായ? സ്വാലിഹൻ, നല്ലതായ. അല്ലെ, എങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ആയ എന്നൊരു മലയാളത്തിലെ ഒരു അർത്ഥശൈലി ഇതിന് വരും. അടുത്തത് റഅയ്തു, ഞാൻ കണ്ടു. സബ്അ ബഖറാത്തിൻ, 7 പശുക്കളെ. എങ്ങനെയുള്ളതായ? സിമാനിൻ, തടിയുള്ളതായ. അടുത്തത് ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. എങ്ങനെയുള്ളതായ? കരീമുൻ, മാന്യമായ. ലഹും, അവർക്കുണ്ട്. അജ്റുൻ, പ്രതിഫലം. എങ്ങനത്തതായ? കരീമുൻ, മാന്യമായ പ്രതിഫലം അവർക്കുണ്ട്. അജ്ർ, കൂലി. ഈ കൂലിയുടെ വിശേഷണമാണെന്ത്? കരീമുൻ, മാന്യമായ കൂലിയാണ് അവർക്കുള്ളത്. അടുത്തത് ഹുന്ന, അവർ. നിസാഉൻ, സ്ത്രീകളാണ്. എങ്ങനെയുള്ളതായ സ്ത്രീകളാണ്? ഗാഫിലാത്തുൻ, അശ്രദ്ധവാരായ സ്ത്രീകളാണ്. നുകമ്മിലുൽ ഫറാഗ ബിന്നഅത്തിൽ മുനാസിബി, നുകമ്മിലു, നമുക്ക് പൂരിപ്പിക്കാം. അൽ ഫറാഗ, ഒഴിഞ്ഞ ഭാഗം. ബിന്നഅത്തിൽ മുനാസിബി, യോജിച്ച നഅത്ത് കൊണ്ട്. ഇതൊക്കെ നഅത്തുകളാണ്. ജദീദൻ, പുതിയ. അസ്വാലിഹു, നല്ല. അശ്ശരീഫത്തു, പവിത്രമായ. ഖദീമത്തൻ, പഴയ. കബീറുൻ, വലിയ. അൽ മദ്ബൂഹത്തു, അറുക്കപ്പെട്ട. ഇതൊക്കെ എന്താണ്? ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ വിശേഷണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഇത് യോജിച്ച നഅത്ത് കൊണ്ട് നമുക്ക് കോളം പൂർത്തിയാക്കാനാണ്. ആദ്യത്തേത് അൽ വലദു സ്വാലിഹു യദ്ഉ ലി അബവൈഹി, അൽ വലദു, ആൺകുട്ടി. എങ്ങനത്തതായ? അസ്വാലിഹ്, നല്ലതായ ആൺകുട്ടി. യദ്ഉ, അവൻ പ്രാർത്ഥിക്കുന്നു. ലി അബവൈഹി, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. രണ്ടാമത്തത് അദ്ദജാജത്തു, കോഴി. എങ്ങനത്തതായ? അൽ മദ്ബൂഹത്തു, അറുക്കപ്പെട്ടതായ കോഴി. മഅ്കൂലത്തുൻ, തിന്നപ്പെടുന്നതാണ്. അറുത്ത കോഴിനെ എന്ത് ചെയ്യാം? തിന്നാൻ പറ്റും. മൂന്നാമത്തത് അൽ കഅബത്തു, കഅബ. എങ്ങനെയുള്ളതായ? അശ്ശരീഫത്തു, പവിത്രമായ. കഅബ ഖിബിലത്തുന, നമ്മുടെ ഖിബിലയാണ്. ഷംസുൽ ഉലമാഇ ആലിമുൻ കബീറുൻ, ഷംസുൽ ഉലമ എന്നത് ആലിമുൻ, പണ്ഡിതനാണ്. എങ്ങനത്തതായ? കബീറുൻ, വലിയതായ പണ്ഡിതനാണ്.
അടുത്തത് ഇഷ്തറൈത്തു ഞാൻ വാങ്ങി കിതാബൻ പുസ്തകം. എങ്ങനത്തതായ ജദീദൻ പുതിയതായ പുസ്തകത്തെയാണ് ഞാൻ വാങ്ങിയത്. അടുത്തത് ബിഅതു ഞാൻ വിറ്റു സയ്യാറത്തൻ കാറിനെ ഖദീമത്തൻ എങ്ങനത്തതായ പഴയ കാറിനെ ഞാൻ വിറ്റു. ഇവിടെ ഉള്ളതൊക്കെ എന്താണ്? വലത് എന്നതിന്റെ വിശേഷണമാണ് സ്വാലിഹ്. അതുപോലെ ദജാജത്തിന്റെ വിശേഷണമാണ് മദ്ബൂഹത്ത്. അതുപോലെ തന്നെ എല്ലാം ഈ പച്ച നിറത്ത് കൊടുത്തതൊക്കെ എന്താണ്? വിശേഷണങ്ങളാണ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഅ്റാബിന്റെ കാര്യം ഒന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ വലതു എന്നത് റഫ് ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ സ്വാലിഹു എന്നതിനും റഫ് കൊടുക്കണം. ദജാജത്തു എന്നത് റഫ് ആണ്, അതുകൊണ്ട് തന്നെ മദ്ബൂഹത്തു എന്നതാണ് റഫ് കൊടുക്കണം. കഅബത്തു എന്നത് റഫ് ആണ്, അതുകൊണ്ട് തന്നെ ഷരീഫത്തു എന്നതിനും റഫ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആലിമുൻ റഫ് ആണ്, അതുകൊണ്ട് തന്നെ കബീറും എന്നതിനും റഫ് കൊടുത്തിരിക്കണം. ഇവിടെ കിതാബൻ അതെന്താണ്? നെസ്ബാണ്, മഫ്ഊലാണ്, അതുകൊണ്ട് നെസ്ബാണ്, അതുകൊണ്ട് തന്നെ ഇതിനും നെസ്ബ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സയ്യാറത്ത് എന്നുള്ളത് എന്താണ്? മഫ്ഊലാണ്, അതുകൊണ്ട് തന്നെ അത് നെസ്ബാണ്, അതുകൊണ്ട് ഖദീമത്തൻ എന്നതിന്റെ നഅത്തിനും നെസ്ബ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ആറാം പാഠം റഅയ്തുൽ ഉസ്താദ. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് തൗക്കീദിനെ കുറിച്ചാണ്. തൗക്കീദിന്റെ രണ്ട് ഇനങ്ങള്, അതിന്റെ പ്രത്യേകതകള്, അതിന്റെ വിശദീകരണം, അതൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. അതിന്റെ തദ്രീബാത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. നഖറഉ നമുക്ക് വായിക്കാം. ഫസജദൽ മലായികത്തു അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. കുല്ലുഹും അവരെല്ലാവരും. രണ്ടാമത്തത് ദഹബ സൗജാനി രണ്ട് ഇണകൾ പോയി. കിലാഹുമ അവർ രണ്ടുപേരും തന്നെ പോയത് രണ്ട് ഇണകൾ തന്നെയാണ്. മൂന്നാമത്തത് ജാ അൽ വലതു ആൺകുട്ടി വന്നു. നഫ്സുഹു അവൻ തന്നെ വന്നത് ആൺകുട്ടി തന്നെയാണ്. റഅയ്തു ഞാൻ കണ്ടു അൽ വാലിദൈനി മാതാപിതാക്കളെ. ഖിലൈഹിമ അവരെ രണ്ടുപേരെ തന്നെ ഞാൻ കണ്ടത് രണ്ട് മാതാപിതാക്കളെ തന്നെയാണ്. നുകമ്മിലു ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ജലസ ഇരുന്നു. കുല്ലുഹും ഇവിടെ കുല്ലുഹും എന്നത് ജം ആണ്, അപ്പൊ അതിന്റെ മുഅക്കദ് മിൻഹു ജം ആയിട്ട് തന്നെ വരണം. കാരണം മുന്നിൽ പറഞ്ഞ പദത്തെ ഫോളോ ചെയ്തിട്ടാണല്ലോ, താബി ആണല്ലോ തൗക്കീദ് എന്നുള്ളത്. അപ്പൊ കുല്ലുഹും എന്നത് ജം ആണ്. അപ്പൊ അതിന് ശരിയായ ഉത്തരം മുഅ്മിനി എന്നത് മുഫ്രദായ പദമാണ്. മുഅ്മിനി എന്നത് അപ്പൊ അതല്ല. മുഅ്മിനാത്ത് എന്നുള്ളത് ജം മുഅന്നസ് ആണ്. അപ്പൊ അവിടെ ശരിയായ ഉത്തരം അൽ മുസ്ലിമൂന, ജലസൽ മുസ്ലിമൂന കുല്ലുഹും എന്നതാണ്. രണ്ടാമത്തത് ഖാലത്ത് ഇംറഅതു ഫിർഔന ഫിർഔനിന്റെ ഭാര്യ പറഞ്ഞു. അവിടെ ശരിയായ ഉത്തരം കുല്ലുഹുന്ന എന്നത് ജം ആണ്. കിൽത്താഹുമ എന്നുള്ളത് തസ്നിയാണ്. ശരിയായ ഉത്തരം ഐനുഹ അവൾ തന്നെ, ഫിർഔനിന്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത്. മൂന്നാമത്തത് തസദ്ദഖ അബി എന്റെ പിതാവ് സദഖ ചെയ്തു. നഫ്സുഹു അവൻ തന്നെ, എന്റെ പിതാവ് തന്നെയാണ് സദഖ ചെയ്തത്. അടുത്തത് നുഹരിക്കു നമുക്ക് ഹർക്കത്തിട്ട് കൊടുക്കാം. ഹാദാ ഇതാ കൽബുക നിന്റെ നായ. ഇഹ്ബിസുഹു ഇഹ്ബിസുഹു പിടിക്കവനെ പിടിക്കവനെ. ഇത് തൗക്കീദ് ലഫ്ളിക്കുള്ള ഉദാഹരണമാണ്. അതായത് ഒരു വാക്കിനെ തന്നെ ആവർത്തിച്ച് പറയുക. ഇഹ്ബിസുഹു എന്ന വാക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിനാ, അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ, ഊന്നി പറയാനാണ് അത് പറഞ്ഞത്. അപ്പൊ ഹാദാ കൽബുക ഇതാ നിന്റെ നായ. ഇഹ്ബിസുഹു ഇഹ്ബിസുഹു പിടിക്കതിനെ പിടിക്കതിനെ. ഇനി രണ്ടാമത്തത് ഹൽ റഅയ്തൽ വസീറ നഫ്സഹു. ഹൽ റഅയ്ത നീ കണ്ടോ, അൽ വസീറ മന്ത്രിയെ, നഫ്സഹു അവനെ തന്നെ. നീ മന്ത്രിയെ തന്നെയാണോ കണ്ടത്? ഇവിടെ നമ്മൾ ഇത് തൗക്കീദ് മഅനവിക്കുള്ള ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഹർക്കത്തുകളാണ്. കാരണം പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹർക്കത്തിട്ട് കൊടുക്കാന്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഹൽ റഅയ്ത അൽ വസീറ നഫ്സഹു. ഇവിടെ നഫ്സഹു എന്നുള്ളടത്ത് ഇവിടെ ഫതഹാണ്. അതായത് ഇത് താബിയാണല്ലോ, നഫ്സഹു എന്ന പദം താബിയാണല്ലോ. അപ്പൊ മുന്നിലുള്ള പദത്തിന്റെ ഇറാബ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണത് ഈ ഫതഹാണ്. ഇവിടെ ലൊമ്മിട്ട് പോകരുത്, ലൊമ്മിട്ടാല് മാർക്ക് പോകും. നഫ്സഹു ഇവിടെ നഫ്സുഹു എന്ന് എഴുതരുത്. അജീബ് ഉത്തരം പറയുക. അൽഫാദു തൗക്കീദിൽ മഅനവിയ മാഹിയ. തൗക്കീദ് മഅനവിയയുടെ പദങ്ങൾ ഏതെല്ലാമാണ്? 7 പദങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 7 പദങ്ങൾ?
നഫ്സുഹു, ഐനുഹു, കുല്ലുഹു, കിലാഹുമ, കിൽത്താഹുമ, ജമീഅഹും, ആമത്തുഹും. ഇവയാണ് 7 പദങ്ങൾ. രണ്ടാമത്തത് യുളാഫു അൽഫാദു തൗക്കീദി ഇലാമ. തൗക്കീദിന്റെ ലഫ്ലുകൾ ചേർക്കപ്പെടും ഏതിലേക്ക്? വയുളാഫു ലഫ്ലു തൗക്കീദി, തൗക്കീദിന്റെ ലഫ്ലുകൾ ചേർക്കപ്പെടും ഇലാ ളമീരിൻ മുതാബിഖൻ ലിൽ മത്ബൂഇ, മത്ബൂഇനോട് യോജിച്ച് വരുന്ന ളമീറിലേക്ക്. ഫി തദ്കീരി മുദക്കറില്, വത്തഅനീസി മുഅന്നസില്, വഫിൽ ഇഫ്രാദി മുഫ്രദില്, വത്തസ്നിയതി മുസന്നയില്, വൽ ജംഇ ജംഇല്. അടുത്ത ചോദ്യം, അത്തവാബിഉ കം ഹിയ വമാഹിയ. താബിഉകൾ എത്ര എണ്ണമാണ്, ഏതെല്ലാമാണ്? അത്തവാബിഉ ഹംസത്തുൻ, താബിഉകൾ 5 എണ്ണമാണ്. അന്നഅതു ഒന്ന് നഅത്താണ്, വത്തൗക്കീദു രണ്ടാമത്തെ തൗക്കീദ്, വൽ ബദലു മൂന്നാമത്തത് ബദല്, നാലാമത്തത് അത്ഫുൽ ബയാൻ, അഞ്ചാമത്തത് അൽ അത്ഫു ബിൽ ഹുറൂഫ്. ഇവയാണ് 5 എണ്ണവും. ഈ പാഠത്തിലെ അവസാന പ്രവർത്തനമാണ്, ദിരിബാത്തിലെ അവസാന പ്രവർത്തനമാണ്, പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പൊതുപരീക്ഷയിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. അൽ മുലാഹള, നഅത്താനി, 2 രീതിയിലുള്ള നഅത്തുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നഅത്തുൻ, ഒന്നാമത്തത് നഅത്തുൻ ഒരു നഅത്താണ്, ദാലുൻ അലാ മഅനൻ ഫിൽ മത്ബൂഇ, മത്ബൂഇലുള്ള അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന നഅത്ത്. ഉദാഹരണം നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു, റജുലൻ ഒരാളെ, കരീമൻ മാന്യനായ ഒരാളെ ഞാൻ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റജുലൻ കരീമൻ എന്നതാണ്. റജുലൻ എന്നത് മൻഊത്താണ്, കരീം എന്നുള്ളത് നഅത്താണ്. അതായത് റജുലൻ എന്നതിന്റെ വിശേഷണമാണല്ലോ കരീം, മാന്യനായ. മാത്രമല്ല നഅത്ത് തവാബികളിൽ പെട്ടതാണല്ലോ. അപ്പോ ഇവിടെ മത്ബൂ എന്നത് റജുലൻ എന്നാണല്ലോ. ഈ റജുലൻ എന്നത് ആരാണ്? കരീം തന്നെയാണ്. രണ്ടും ഒരാൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മത്ബൂഇന്റെ അർത്ഥം തന്നെയാണ് ആർക്കും കരീം എന്നുള്ളത്. രണ്ടും റജുലൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് മാന്യനായ ആള്, കരീം എന്ന് പറയുന്ന ആള്. അപ്പോ മത്ബൂഇലുള്ള അർത്ഥത്തെ തന്നെയാണ് ഇതിനും കരീം എന്നുള്ളതും അറിയിക്കുന്നത്. രണ്ടാമത്തത് നഅത്തുൻ, ഒരു നഅത്താണ്, ദാലുൻ അത് അറിയിക്കുന്നു, അലാ മഅനൻ ഫീ മുതഅല്ലഖിഹി, മത്ബൂഉമായി ബന്ധമുള്ള ഒരു അർത്ഥമാണ് അറിയിക്കുന്നത്. ഉദാഹരണം നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു, റജുലൻ ഒരാളെ, കരീമൻ അബൂഹു, അവന്റെ പിതാവ് മാന്യനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കാണ്, റജുലൻ കരീമൻ അബൂഹു എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ റജുലൻ എന്നത് എന്താണ്? മത്ബൂ ആണ്. കരീം എന്നുള്ളതോ അതിന്റെ താബി ആണ്. പക്ഷെ ഇവിടെ കരീം എന്നുള്ളത് ഈ റജുൽ അല്ല, മത്ബൂഇന്റെ അർത്ഥമല്ല. മറിച്ച് ഈ കരീം എന്നുള്ളത് ആരാണ്? അബൂഹു, ഈ റജുലിന്റെ പിതാവാണ്. അപ്പോ റജുലൻ എന്ന മത്ബൂഇന്റെ ബന്ധത്തിലുള്ളതിനെയാണ് ഇവിടെ അർത്ഥം അറിയിക്കുന്നത്. മത്ബൂ ആയ റജുലല്ല ഈ കരീം. ഈ കരീം എന്ന് പറയുന്നത് ആരാണ്? മത്ബൂഇന്റെ ബന്ധത്തിലുള്ളതാണ്. അവന്റെ പിതാവാണ് മാന്യനായത്, ഈ റജുലിന്റെ പിതാവാണ് മാന്യനായത്. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ അവൻ തന്നെയാണ്, റജുല് തന്നെയാണ് ഇവിടെ മാന്യനായത്. ഇവിടെ മത്ബൂ റജുലാണല്ലോ. അപ്പൊ ഈ റജുൽ തന്നെയാണ് ആര്? കരീം എന്നുള്ളത്. അപ്പൊ മത്ബൂഇലുള്ള അർത്ഥത്തെയാണ് ഒന്നാമത്തെ നഅത്ത് അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ മത്ബൂഇന്റെ അർത്ഥമല്ല, മത്ബൂഇന്റെ ബന്ധത്തിലുള്ള അർത്ഥത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 7ാം പാഠം സിയാറത്തുൽ ഇഖ്വാൻ എന്ന പാഠത്തിലെ തെദ്രീബാത്ത് പഠിക്കാം. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് ബദലിനെ കുറിച്ചാണ്. ബദലിന്റെ 4 ഇനങ്ങളെ കുറിച്ചും അതിന്റെ ഉദാഹരണങ്ങളുമാണ് പറയുന്നത്. അതിന്റെ തെദ്രീബാത്ത് നമുക്ക് നോക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. ഇന്നലിൽ മുത്തഖീന, തീർച്ചയായിട്ടും മുത്തഖീങ്ങൾക്കുണ്ട്, മഫാസൻ, വിജയസ്ഥലം, അതായത് ഹദായിഖ, പൂന്തോട്ടങ്ങള്. ഇവിടെ മഫാസ് തന്നെയാണ് ഹദായിഖ്. അപ്പൊ ഏതാണ്? ബദല് കുല്ലുമിൻകുല്ലാണ്. അതിനുള്ള ഉദാഹരണമാണ്. രണ്ടാമത്തത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി, ജനങ്ങളുടെ മേൽ അള്ളാഹുവിനുണ്ട്, അള്ളാഹുവിനോടുള്ള കടമയാണ് ഹിജ്ജുൽ ബൈത്തി, കഅബ തവാഫ് ചെയ്യല്. മനിസ്തത്വഅ ഇലൈഹി സബീല, അതിന് കഴിവുള്ള ആളുകൾക്ക്. ഇവിടെ മുബദല മിൻഹു നാസ് എന്നതാണ്, അതിന്റെ ബദല് മൻ എന്നതാണ്.
അതായത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അതിലെല്ലാവർക്കും കടമയൊന്നുമില്ല തവാഫ് ചെയ്യല്. മറിച്ച് അതിൽ നിന്ന് മനിസ്തത്വാ സാധിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ അല്പം മാത്രമാണ് മുബദല മിൻഹുവിന്റെ അല്പം മാത്രമാണ് എന്ത് ഇവിടെ ബദലായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ബദല് ബഅ്ദു മിൻ കുല്ലാണ്. മൂന്നാമത്തത് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി, കിടങ്ങിന്റെ ആളുകൾ തുലയട്ടെ. അതായത് അന്നാരി തീന്റെ ആളുകള്. ഇവിടെ ഏതാണ്? ഇവിടെ കുല്ലല്ല ബഅ്ദല്ല, ഒരു പുറത്തുള്ള ഒരു വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ ഉഖ്ദൂദ് എന്നത് മുബദലു മിൻഹു, നാർ എന്നുള്ളത് അതിന്റെ ബദല്. ഇവിടുത്തെ ബദൽ ഇഷ്തിമാലാണ്. അടുത്തത് അഅ്തി ദാലികൽ ഫഖീറ, ആ ഫഖീറിന് നീ കൊടുക്ക് ഖമീസൻ, ഒരു ഖമീസ് കൊടുക്ക്, അല്ല ഇസാറൻ, ഒരു അരയുടുപ്പ് കൊടുക്ക്. ഇവിടെ എന്താണ്? ഖമീസ് എന്നുള്ള മുബദലു മിൻഹുവിനോട് എതിരായിട്ടാണ് ഇസാർ എന്ന ബദല് വന്നത്. അതുകൊണ്ട് ഇത് ബദല് മുബായിനാണ്. ഈതി മിസാലൻ മിൻ ഇൻദിക ലിമാ യഅതി, താഴെയുള്ളവർക്ക് നിന്റെ അടുക്കലുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ്. ബദല് കുല്ലി മിൻ കുല്ലി, ഉദാഹരണം ജാഅനി മുഹമ്മദുൻ അബു അബ്ദില്ല. ബദലു ബഅ്ദി മിൻ കുല്ലി, ഉദാഹരണം അകല റഗീഫ സുലുസഹു. ബദലുൽ ഇസ്തിമാൽ, ഉദാഹരണം അഅജബനി മുഹമ്മദുൻ അക്ലുഹു. നാലാമത്തത് ബദലുൽ മുബായിൻ, ഉദാഹരണം അഅ്താനി ദിർഹമൻ ബൽ ദീനാറൻ. ബയ്യിൻ വ്യക്തമാക്കുക. അഖ്സാമുൽ ബദലി അർബഅത്തുൻ. ളാബിതു ബദലി കുല്ലി മിൻ കുല്ലി അയ്യകൂനൽ ബദലു ഐനൽ മുബദലി മിൻഹു. ളാബിതു ബദലി ബഅ്ദി മിൻ കുല്ലി അയ്യകൂനൽ ബദലു ജുസ്അൻ മിനൽ മുബദലി മിൻഹു. ളാബിതു ബദലിൽ ഇസ്തിമാൽ അയ്യകൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു മുലാബസത്തുൻ ബിഗൈരിൽ ജുസ്ഇയ്യ. ളാബിതു ബദലിൽ മുബായിനി അയ്യകൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു മുഖാലഫത്തുൻ വൽ ഔലാ ഫീഹി ജഅലു ബൽ ബൈനഹുമാ. ഇവയുടെ അർത്ഥം അറിയാത്തത് നമ്മൾ നേരത്തെ പാഠത്തിൽ 2 തവണ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് വീണ്ടും അതിന്റെ അർത്ഥം പറയാത്തത്. ഇനി നമുക്ക് 8ാം പാഠം അൽ മൗഇദത്തുൽ ഹസന, ഹാലിനെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അതിന്റെ തദ്രീബാത്ത് നമുക്ക് പഠിക്കാം. അജിബ്, ഉത്തരം എഴുതുക. ഒന്നാമത്തത് അൽ ഹാലു മാഹിയ, എന്താണ് ഹാല്? ഹാൽ എന്നാൽ വസ്ഫുൻ, അതൊരു വിശേഷണമാണ്. വാഖിഉൻ, സംഭവിക്കും. ബഅദ തമാമിൽ ജുംല, ജുംല പൂർണ്ണമായതിനു ശേഷം. മുഫ്ഹിമുൻ, മനസ്സിലാക്കി തരും. ഹാല സാഹിബിൽ ഹാൽ, സാഹിബുൽ ഹാലിന്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന, പൂർണ്ണമായ ജുംലയ്ക്ക് ശേഷം സംഭവിക്കുന്ന വിശേഷണമാണ് ഹാല്. രണ്ടാമത്തെ ചോദ്യം ഇഅ്റാബുൽ ഹാലി മാ ഹുവ, ഹാലിന്റെ ഇഅ്റാബ് എന്താണ്? അൽ ഹാലു മൻസൂബത്തുൻ ബി ആമിലിൻ ഖബലഹ, മുമ്പുള്ള ആമൽ കൊണ്ട് ഹാല് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. മൂന്നാമത്തത് ഇദാ കാനത്തിൽ ഹാലു മഅരിഫത്തൻ മാദാ യജിബു, ഹാല് മഅരിഫയായാൽ എന്താണ് നിർബന്ധമാവുക? വജബ തഅ്വീലുഹാ ബിനകിറത്തിൻ, നകിറ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കൽ നിർബന്ധമാകും. അൽ ഹാലു നകിറത്തുൻ ഔ മഅരിഫത്തുൻ, ഹാല് എന്നത് നക്കിറയാണോ അതോ മഅരിഫയാണോ? നക്കിറത്തുൻ, നക്കിറയാണ് ഹാല്. തകൂനു നക്കിറത്തു മുഅമ്മമതൻ ബിമാ, നക്കിറ തഅമീമാകും എന്തുകൊണ്ട്? ബിഅൻ തകൂന ബഅദ നഫി, നക്കിറ നഫിക്ക് ശേഷം ആകൽ കൊണ്ട്. ഔ ഇസ്തിഫ്ഹാമിൻ, അല്ലെങ്കിൽ ഇസ്തിഫ്ഹാമിന് ശേഷം ആകൽ കൊണ്ട്. ഔ നഹി, അല്ലെങ്കിൽ നഹിക്ക് ശേഷം ആകൽ കൊണ്ട്. കമ്മിൽ, പൂരിപ്പിക്കുക. വസാഹിബുൽ ഹാലി യകൂനു മഅരിഫത്തൻ, സാഹിബുൽ ഹാലി മഅരിഫയാകും. ഔ നകിറത്തൻ മുഖസ്സസത്തൻ ബിവസ്ഫിൻ, അല്ലെങ്കിൽ വസ്ഫ് കൊണ്ട് പ്രത്യേകമായി നക്കിറയാകും. ഔ യകൂനു നകിറത്തൻ മുഅമ്മമതൻ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന നക്കിറയാകും. എങ്ങനെ? ബി അൻ യകൂന ബഅദ നഫി, നഫിക്ക് ശേഷം സംഭവിക്കൽ കൊണ്ട്. അവിൽ ഇസ്തിഫ്ഹാമി, അല്ലെങ്കിൽ ഇസ്തിഫ്ഹാമിന് ശേഷം ആകൽ കൊണ്ട്. ഔ നഹി, അല്ലെങ്കിൽ നഹിക്ക് ശേഷം ആകൽ കൊണ്ട്.
രണ്ടാമത്തത് ബൈത്താണ് പൂരിപ്പിക്കാനുള്ളത്. അൽ ഹാലു ഡാഷ് ഫ നൂസിബത്ത്. അൽ ഹാലു വസ്ഫുൻ ഫളിലത്തുൻ ഖദ് ഉഅരിബത്ത് ഹൈആത മാ ജാഅത് ലഹു ഫ നൂസിബത്ത്. ഈതി അംസിലതൻ ലിമാ യഅതി. താഴെയുള്ളവക്ക് ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ്. ഒന്നാമത്തത് കൗനു സ്വാഹിബിൽ ഹാലി നകിറതൻ മുഖസ്സസതൻ ബിവസ്ഫിൻ. സ്വാഹിബുൽ ഹാലി നിക്രയാകണം, വസ്ഫ് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതുമാകണം. ഉദാഹരണം നോക്കാം. നാദാനി റജുലുൻ സ്വാലിഹുൻ റാഫിഅൻ സൗതഹു. നാദാനി റജുലുൻ, എന്നെ ഒരാൾ വിളിച്ചു. എങ്ങനത്തെ ഒരാളാണ്? സ്വാലിഹുൻ, സ്വാലിഹായ ഒരാൾ. റാഫിഅൻ സൗതഹു, അവന്റെ ശബ്ദം ഉയർന്നതായ അവസ്ഥയിൽ. ഇവിടെ എന്താണ്? റാഫി എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല്. സ്വാഹിബിൽ ഹാലോ റജുല്. പക്ഷെ ഈ റജുലിന് എന്തുണ്ട്? വസ്ഫ് ഉണ്ട്, സ്വാലിഹുൻ എന്ന ഒരു വിശേഷണമുണ്ട്. രണ്ടാമത്തത് കൗനു സ്വാഹിബിൽ ഹാലി നിഖ്റതൻ മുഖസ്സസതൻ ബിഇളാഫത്തി. സ്വാഹിബുൽ ഹാലി നിക്രയാകണം, മാത്രമല്ല ഇളാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതുമാകണം. ഉദാഹരണം നോക്കാം. ഫി അർബഅതി അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. ഇവിടെ ഹാല് സവാ എന്നുള്ളതാണ്. സ്വാഹിബിൽ ഹാല് അർബഅത്താണ്. പക്ഷെ ഈ അർബഅത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇളാഫത്ത് ഉണ്ട്. അർബഅതി അയ്യാമിൻ എന്ന് ചെയ്തിട്ടുണ്ട്, ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് കൗനു സ്വാഹിബുൽ ഹാലി നകിറതൻ വാഖിഅതൻ ബഅദ നഫീ. സ്വാഹിബുൽ ഹാലി നിക്രയാകണം, നഫിക്ക് ശേഷം സംഭവിച്ചതായിരിക്കണം. ഉദാഹരണം വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹ കിതാബുൻ മഅലൂം. വമാ അഹ്ലക്ന, നാം നശിപ്പിച്ചിട്ടില്ല, മിൻ ഖറിയത്തിൻ ഒരു ഗ്രാമത്തെയും, ഇല്ലാ വലഹ അതിന് ഉണ്ടായിട്ടല്ലാത്ത അവസ്ഥയിൽ, കിതാബും മഅലൂം അറിയപ്പെട്ടൊരു അവധി. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ പറയുന്നത്? സ്വാഹിബുൽ ഹാലി നിക്രയാകണം. സ്വാഹിബുൽ ഹാൽ ഇവിടെ ഏതാ? ഖറിയത്ത് എന്നുള്ളതാണ്. ഹാല് ഏതാ? ഇല്ലാ വലഹ എന്നുള്ളതാണ്. നഫിക്ക് ശേഷം സംഭവിക്കണം എന്ന് പറഞ്ഞാലോ ഏതാണ് നഫി? വമാ അഹ്ലക്ന എന്നുള്ളതാണ് ഇവിടുത്തെ നഫി. രണ്ടാമത്തത് കൗനു സ്വാഹിബുൽ ഹാലി നകിറതൻ വാഖിഅതൻ ബഅദ നഹീൻ. സ്വാഹിബുൽ ഹാലി നകിറയാവണം, നഹിക്ക് ശേഷം സംഭവിച്ചതായിരിക്കണം. നോക്കാം. ലാ യബിഗ ഇംറഉൻ അലംറഇൻ മുസ്തഖിഫൻ ബിഹി. ലാ യബിഗ ഇംറഉൻ, ഒരാളും ആക്രമിക്കരുത്, അലംറഇൻ ഒരാളെയും, മുസ്തഖിഫൻ ബിഹി അവനെ നിസ്സാരമാക്കുന്നതായ അവസ്ഥയിൽ. ഇവിടെ എന്താ പറയുന്നത്? സ്വാഹിബുൽ ഹാലി നിക്രയാകണം. ഏതാ സ്വാഹിബുൽ ഹാല്? ഇതാണ്. ഈ ഇംറ എന്നുള്ളതാണത്. ഇംറഇൻ അലംറഇൻ എന്നുള്ളതാണത് ഇവിടത്തെ സ്വാഹിബുൽ ഹാല്. ഹാലേതാ? മുസ്തഖിഫൻ ബിഹി. മുസ്തഖിഫൻ എന്നുള്ളതാണ് എന്ത്? ഇവിടുത്തെ ഹാല് മുസ്തഖിഫൻ. ഇനിയോ ബഅദ നഹി, നഹീൻ നഹിക്ക് ശേഷം സംഭവിച്ചതായിരിക്കണം. ഏതാ നഹി? ലാ യബിഗ എന്നുള്ളതാണ്, നഹിയാണ്. ഇനി നമുക്ക് 9ാം പാഠം ബിസ്മില്ലാഹി അബ്തദിഉ എന്ന പാഠമാണ്. അതിലെ തദ്രീബാത്താണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് ജറിന്റെ ഹർഫുകളാണ്. ജറിന്റെ 19 ഹർഫുകളും അതിന്റെ ഉദാഹരണങ്ങളും അതിന്റെ പ്രത്യേകതകളുമാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ തദ്രീബാത്തും കൂടി നമുക്ക് പഠിക്കാം. അജിബ് ഉത്തരം എഴുതുക. അമൽ ഹുറൂഫുൽ ജരി മാ ഹുവ. ജറിന്റെ ഹർഫുകളുടെ ജോലി എന്താണ്? ഹുറൂഫുൽ ജരി, ജറിന്റെ ഹർഫുകൾ തജറുൽ ഇസ്മ, ഇസ്മിന് ജറു ചെയ്യും. ഇസ്മിന് ജറു ചെയ്യുക എന്നുള്ളതാണ് ആരെ പണി? ജറിന്റെ ഹർഫുകളുടെ പണി. ഹുറൂഫുൽ ജരി കംഹിയ, ജറിന്റെ ഹർഫുകൾ എത്ര എണ്ണമാണ്? ഹുറൂഫുൽ ജരി 19, ജറിന്റെ ഹർഫുകൾ 19 എണ്ണമാണ്. ലി ഐ ഇസ്മിൻ യജറു താഉൽ ഖസം. താഉൽ ഖസം ജറു ചെയ്യും ഏത് ഇസ്മിന്? ലഫ്ള് അല്ലാഹി, അല്ലാഹി എന്ന ലഫ്ളിലാണ് താഉൽ ഖസം ജറു ചെയ്യുക. അജിബ് ഉത്തരം എഴുതുക. അൽ ഹുറൂഫുല്ലതി ലാ തജറു ഇല്ലൽ അസ്മാ അല്ലാഹിറ മാഹിയ. ലാഹിറായ ഇസ്മിനല്ലാതെ ജറു ചെയ്യുകയില്ല. ഏതൊക്കെയാണ് ഹർഫുകൾ? അതായത് ലമീറുകൾക്ക് ജറു ചെയ്യുകയില്ല. ഏതൊക്കെയാണ് ഹർഫുകൾ? മുദു, മുൻദു, ഹത്ത, അൽ കാഫു, വറുബ, വവാബ് റുബ. ഇതൊക്കെയാണെന്ത്?
ഇസ്മുകൾക്ക് ലാഹിറായ ഇസ്മുകൾക്ക് മാത്രമേ ഇവയ്ക്ക് ജറു ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, അൽ ഹുറൂഫുല്ലത്തി ലാ തജുറു ഇല്ല ഇസ്മ സമാനിൻ മാഹിയ. ഇസ്മു സമാനിനല്ലാതെ ജറു ചെയ്യുകയില്ല ഏതൊക്കെയാണ് ഹർഫുകൾ? മുൻദു, മുദു, ഈ രണ്ട് ഹർഫുകളാണെന്ത്. ഇതൊരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണെന്ത്. ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പൊതുപരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരാണെന്ത്, മുൻദു മുദു ജറു ചെയ്യുകയില്ല മിൻ അസ്മാഇ ലാഹിറ, ലാഹിറ ഇസ്മുകളിൽ നിന്ന് ഇല്ല ഇസ്മ സമാനിൻ, ഇസ്മു സമാനിനല്ലാതെ. ഇനി നമുക്ക് ജറിന്റെ 19 ഹർഫുകളും അതിന്റെ ഉദാഹരണങ്ങളും നോക്കാം. ഒന്ന്, അൽ ബാഉ, ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. മീൻ, മിനൽ മുഹ്തമ്മി, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അൽ അഖ്ലു വശുർബു, തീറ്റയും കുടിയും. മൂന്നാമത്തത് ഇല, ഇലല്ലാഹി മർജിഉക്കും, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. നാലാമത്തത് ഫി, ഫിൽ മദ്റസതി, മദ്രസയിലുണ്ട്. ഉസ്താദുൻ, ഉസ്താദ്. 5, അനിൽ ലഗ്വി മുഅ്രിദൂൻ, ചീത്ത കാര്യങ്ങളെ തൊട്ട് അവരെന്ത് ചെയ്യും, പിന്തിരിഞ്ഞു പോകുന്നവരാണ്. അല, അൽ കിതാബ്, പുസ്തകമാകുന്നത്. അല ത്വാവിലത്തി, മേശക്ക് മുകളിലാണ്. ഏഴാമത്തത് മുദു, മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടിട്ടില്ല. മുദ് യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച മുതൽ. എട്ടാമത്തത് മുൻദു, മാ ഫഅൽതുഹു, ഞാൻ അത് ചെയ്തിട്ടില്ല. മുൻദു സലാസതി അയ്യാമിൻ, 3 ദിവസം മുതൽ. ഒമ്പതാമത്തത് അല്ലാമു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. പത്താമത്തത് റുബ്ബ, റുബ്ബ മാലിൻ അൻഫഖ്തുഹു, എത്ര പണമാണ് ഞാൻ ചെലവഴിച്ചത്. 11ആമത്തത് വാവ് റുബ്ബ, വബലദത്തിൻ സുർത്തുഹ, എത്ര നാടാണ് ഞാൻ സന്ദർശിച്ചത്. 12 വാഉൽ ഖസം ബില്ലാഹി, 13 വാവുൽ ഖസം വല്ലാഹി, 14 താഉൽ ഖസം തല്ലാഹി, അല്ലാഹുവാണ് സത്യം. 15ആമത്തത് ഹത്ത, ഹത്ത മത്ലഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ. 16 അദ, ദഹബന്നാസു, ജനങ്ങൾ പോയി. അദ ഹമീദിൻ, ഹമീദ് ഒഴികെ. 17 ഖല, ജാഅ തുല്ലാബു, വിദ്യാർത്ഥികൾ പോയി. ഖല ജമാലിൻ, ജമാൽ ഒഴികെ. ഹാഷ, റഅയ്തു, ഞാൻ കണ്ടു. അൽ ഖൗമ, ഒരു സമൂഹത്തെ. ഹാഷ സെയ്ദിൻ, സെയ്ദ് ഒഴികെ, സെയ്ദ് ഒഴികെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടു. 19 അൽ കാഫു, സെയ്ദുൻ കഅസദിൻ, സെയ്ദ് സിംഹത്തെ പോലെയാണ്. ഇനി നമുക്ക് 10ാം പാഠം അൻ-നസീഹ. ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് നെക്റയും മഅരിഫയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചായിരുന്നു. ഇനി അതിലെ തെദിരീബാത്തും കൂടി നമുക്ക് പഠിക്കാം. അന്നകിറ മാഹിയ, എന്താണ് നെക്കിറ എന്ന് പറഞ്ഞാൽ? അന്നകിറതു, നെക്കിറ എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. ഷാഅ, വ്യാപിച്ചിട്ടുണ്ട്. ഫി ജിൻസിൻ, ഒരു വർഗത്തിൽ. ഫയുസ്തഅമലു, അപ്പോൾ അതിനെ ഉപയോഗിക്കപ്പെടും. അല അയ്യി ഫർദിൻ മിൻഹു, അതിൽ നിന്നുള്ള ഏതൊരു വ്യക്തിയുടെ മേലിലും അത് ഉപയോഗിക്കപ്പെടും. കറജുലിൻ, പുരുഷൻ എന്നതുപോലെ. വംറഅത്തിൻ, സ്ത്രീ എന്നതുപോലെ. രണ്ടാമത്തത് അഖ്സാമുൽ മഅരിഫ കംഹിയ, മഅരിഫയുടെ ഇനങ്ങൾ എത്ര? അൽ മഅരിഫതു 6 അൻവാഇൻ, മഅരിഫ 6 ഇനങ്ങളാണ്. അൽ മഅരിഫ മാഹിയ, എന്താണ് മഅരിഫ എന്ന് പറഞ്ഞാൽ? അൽ മഅരിഫതു, മഅരിഫ എന്ന് പറഞ്ഞാൽ മാ, ഒന്നാണ്. വുദിഅ, വെക്കപ്പെട്ടു. ലിമഅഹൂദിൻ മുഅയ്യനിൻ, നിർണയിക്കപ്പെട്ട, അറിയപ്പെട്ടതിന് വേണ്ടി. ഖാലിദിൻ, ഖാലിദ് എന്നതുപോലെ. വസുബൈറിൻ, സുബൈർ എന്നതുപോലെ. ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചതുകൊണ്ടാണ് ഈ നെക്റയും മഅരിഫയും വീണ്ടും വീണ്ടും പറയാത്തത്. അഖ്സാമുൽ മഅരിഫ മാഹിയ, മഅരിഫയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? 6 ഇനങ്ങളാണ് മഅരിഫക്കുള്ളത്. ഓരോന്നും നോക്കാം. ഒന്ന്, അല്ലാമീറു, ളമീറുകളൊക്കെയും മഅരിഫയാണ്. രണ്ടാമത്തത് അൽ അലമു. 3 അസ്മാഉൽ ഇഷാറ. 4 അൽ മൗസൂലു. 5 അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി. 6 അൽ മുളാഫു ഇലാ വാഹിദി മിമ്മാ ദുക്ര മിനൽ മആരിഫിൽ ഖംസ. അതായത് 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് 5 മഅരിഫകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നെക്റയെ ചേർത്താൽ എന്താവും? അതും മഅരിഫയാകും എന്നാണ് 6ാമതായി നമ്മൾ പറഞ്ഞത്. ബൈനിൽ അഫ്ആല വൽ അസ്മാ അൻ-നകിറ വൽ മഅരിഫ മിമ്മാ യഅതി. ബൈനിൽ അഫ്ആല,
ഫിഇലുകളെ വ്യക്തമാക്കുക, വൽ അസ്മാ നിക്ര നിക്രയായ ഇസ്മുകളെയും, വൽ മഅരിഫയായ ഇസ്മുകളെയും, മിമ്മായി എത്തി താഴെയുള്ളതിൽ നിന്ന്. അതായത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ഫിഇലുകളെ, അതുപോലെ നിക്രയായ ഇസ്മുകള്, മഅരിഫയായ ഇസ്മുകള്, ഇവയൊക്കെ വ്യക്തമാക്കാനാണ്. ആദ്യം നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ച് അർത്ഥം വെക്കാം, എന്നിട്ട് ഓരോന്നിനെയും വ്യക്തമാക്കാം. കതബ ജുനൈദുൻ, ജുനൈദ് എഴുതി, ഇലാ അഖീഹി തന്റെ സഹോദരനിലേക്ക്, റിസാലത്തൻ കത്തെഴുതി. യദ്കുറു ഫീഹ ആ കത്തിൽ പറയുന്നു, അന്ന ഉനാസൻ തീർച്ചയായിട്ടും മനുഷ്യന്മാര്, മിനൽ ജഹലത്തിൽ മുൽഹിദീന നിരീശ്വരവാദികളായ വിവരമില്ലാത്തവരിൽ നിന്നുള്ള ആളുകൾ, യഖൂലൂന അവർ പറയുന്നു, ലാ യുഹ്ലികുന നമ്മെ നശിപ്പിക്കുന്നില്ല, ഇല്ല ദഹ്റു കാലമല്ലാതെ, കാലം തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഫഅജാബ ഫീ റിസാലത്തിഹി അപ്പോൾ അവന്റെ കത്തിൽ അവൻ മറുപടി കൊടുത്തു, എന്ത്? നഅം അതെ. യദ്ദഇ വാദിക്കുന്നു, ബഅ്ലുന്നാസ് ചില മനുഷ്യന്മാര്, അന്നദ്ദഹ്റ തീർച്ചയായിട്ടും കാലം തന്നെയാണ്, കാലം ഹുവ അൽ ഫആലു കാലം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നത്. വയുൻകിറു അവർ നിഷേധിക്കുന്നു, ഖാലിഖൻ സൃഷ്ടാവിനെ, വറാസിഖൻ റിസ്ക് നൽകുന്നവരെയും ഈ ബഅ്ലുന്നാസ് നിഷേധിക്കുന്നു, ചില ആളുകൾ നിഷേധിക്കുന്നു. ഈ ആ പാരഗ്രാഫിലുള്ള ഫിഇലുകളെയും നിക്റകളെയും മഅരിഫുകളെയും നമുക്ക് വ്യക്തമാക്കാം. ആദ്യം ഏതാണ് ഫിഇലുകൾ എന്ന് നോക്കാം. കതബ എഴുതി, യദ്കുറു പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, ലാ യുഹ്ലികു നശിപ്പിക്കുന്നില്ല, അജാബ മറുപടി നൽകി, യദ്ദഇ വാദിക്കുന്നു, യുൻകറു നിഷേധിക്കുന്നു. രണ്ടാമത്തത് നിക്കിറ. നിക്കിറ എന്നാൽ നിർണയിക്കപ്പെടാത്തതാണ്. റിസാലത്തൻ കത്ത്, ഉനാസുൻ ജനങ്ങൾ, ഖാലിഖൻ സൃഷ്ടാവ്, റാസിഖൻ റിസ്ക് നൽകുന്നവൻ. ഇനി മഅരിഫ, ജുനൈദ്, അഖീഹി അവന്റെ സഹോദരൻ, അൽ ജഹ്ലതു അജ്ഞത, അൽ മുൽഹിദീൻ നിരീശ്വരവാദികൾ, അദ്ദഹ്റു കാലം, റിസാലത്തിഹി അവന്റെ കത്ത്, ബഅ്ലുന്നാസ് ചില ജനങ്ങൾ, ഹുവ അവൻ, അൽ ഫആൽ പ്രവർത്തിക്കുന്നവൻ, നന്നായി പ്രവർത്തിക്കുന്നവൻ. ഇനി നമുക്ക് 11ാം പാഠം അൽ മുത്തഖൂന, ലൊമീറുകളെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. വ്യത്യസ്തമായ ലൊമീറുകൾ, അതിന്റെ ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് അതിന്റെ തെദിരീബാത്തുകൾ കൂടി പഠിക്കാം. അജീബ് ഉത്തരം എഴുതുക. അല്ലമാഇറു നൗആനി മാഹുമ ലൊമീറുകൾ രണ്ട് ഇനങ്ങളാണ്. ഏതൊക്കെയാണ് രണ്ട് ഇനങ്ങള്? മുസ്തതിറുൻ വ ബാരിസുൻ. ഒന്ന് മുസ്തതിറാണ്, രണ്ടാമത്തത് ബാരിസാണ്. ലാ യുബ്ദഉ നുത്ഖു ബിമാ സംസാരം തുടങ്ങപ്പെടുകയില്ല എന്തുകൊണ്ട്? അല്ലമീർ അൽ മുത്തസിൽ മുത്തസിലായ ലമീർ കൊണ്ട് സംസാരം തുടങ്ങപ്പെടുകയില്ല. അടുത്തത് അല്ലമീറുല്ലദി ലാ യഖഉ ബഅദ ഇല്ല മാഹുവ ഇല്ലക്ക് ശേഷം സംഭവിക്കുകയില്ല. ഏതാണ് ലമീർ? അല്ലമീറുൽ മുത്തസിൽ മുത്തസിലായ ലമീർ. അയ്യു ലമീരിൻ യകൂനു മർഫൂഅൽ മഹല്ലി ഔ മൻസൂബഹു ഔ മജ്റൂറഹു ഏത് ലമീറാണ് മഹല്ലിൽ റഫ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നസ്ബ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ജർ ചെയ്യപ്പെടുക? അതായത് ലമീറുകൾക്ക് ഇഅ്റാബ് എങ്ങനെയായിരിക്കും? മഹല്ലിലായിരിക്കും. അപ്പോ ഏത് ലമീറാണ് മഹല്ലിൽ റഫ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നസ്ബ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ജർ ചെയ്യപ്പെടുക? അല്ലമീർ അൽ മുത്തസിൽ മുത്തസിലായ ലമീറാണ്. അല്ലമീർ അല്ലദി ലാ യകൂനു മജ്റൂറൻ മാ ഹുവ ജർ ചെയ്യപ്പെടാത്ത ലമീർ ഏതാണ്? അല്ലമീറുൽ മുൻഫസിൽ മുൻഫസിലായ ലമീർ. ബയ്യിൻ വ്യക്തമാക്കുക. അല്ലമീറുൽ മുൻഫസിലുൽ മർഫൂ റഫ് ചെയ്യപ്പെട്ട മുൻഫസിലായ ലമീർ വ്യക്തമാക്കാനാണ്. ഏതൊക്കെയാണത്? ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹ്നു. 14 എണ്ണം ഉണ്ട് ഇവ. ആ 14 പഠിച്ചിരിക്കണം. രണ്ടാമത്തത് അല്ലമീറുൽ മുൻഫസിലുൽ മൻസൂബു നസ്ബ് ചെയ്യപ്പെട്ട മുൻഫസിലായ ലമീർ വ്യക്തമാക്കാനാണ്. അതും 14 എണ്ണം ഉണ്ട്. ഇയ്യാഹു, ഇയ്യാഹുമ, ഇയ്യാഹും, ഇയ്യാഹ, ഇയ്യാഹുമ, ഇയ്യാഹുന്ന.
ഇയ്യാക്ക ഇയ്യാക്കുമ ഇയ്യാക്കും, ഇയ്യാക്ക് ഇയ്യാക്കുമ ഇയ്യാക്കുന്ന, ഇയ്യായ ഇയ്യാന, ഇവയാണ് ആ 14എണ്ണവും. ഈത്തി മിസാലൻ ലിമാ യഅ്തി, താഴെയുള്ള ഓരോന്നിനും ഉദാഹരണങ്ങൾ കൊണ്ടുവരാനാണ്. അൽ-ലമീറുൽ മുസ്തതിർ, മുസ്തതിറായ ലമീറിനുള്ള ഉദാഹരണം യഖൂമു. അടുത്തത് അൽ-ലമീറുൽ ബാരിസുൽ മുത്തസിലു, മുത്തസിലായ ബാരിസായ ലമീറിനുള്ള ഉദാഹരണം ഫഅൽതു. അൽ-ലമീറുൽ മുൻഫസിലുൽ മർഫൂഉ, ഉദാഹരണം ഹുവ. അൽ-ലമീറുൽ മുത്തസിലുൽ മജ്റൂറു, ഉദാഹരണം യദുഹു. ഇവിടെ നിന്നാണ് മുത്തസിലായ മജ്റൂറിനുള്ള ഉദാഹരണമാണത്. അതായത് ആദ്യം പറയുന്നത് ലമീറുൽ മുസ്തതിർ, മുസ്തതിർ എന്ന മറഞ്ഞ ലമീറാണ്, നമ്മൾ കാണൂല, മറഞ്ഞ അടക്കായിരിക്കും. നഖൂമു എന്നതിൽ എന്തുണ്ട്, ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾ എന്ന നെഹ്നു എന്നൊരു ലമീർ നഖൂമു എന്ന പേരിലുണ്ട്. ഇനി ലമീറുൽ ബാരിസുൽ മുത്തസിലു, മുത്തസിലായ വെളിവായ ലമീറാണ്, അതായത് ചേർന്ന് വന്നത്. മുത്തസിൽ പറഞ്ഞാൽ ചേർന്നതാണല്ലോ, ബാരിസ് പറഞ്ഞ വെളിവായത്. അതേതാ, ഫഅൽതു എന്നതില് തു എന്ന് കണ്ടോ, ഇതാണ് ചേർന്ന് വന്നത്. അതുപോലെ തന്നെ ഇത് ബാരിസ് ആണ്, വെളിവായതാണ്, കാണാൻ കഴിയുന്നുണ്ടല്ലോ. അടുത്തത് മുൻഫസിലായ മർഫു ആയ ലമീറാണ് ഹുവ എന്നുള്ളത്. അതുപോലെ ലമീർ മുത്തസിലാണ് മജ്റൂറാണ്. ഇവിടെ യഥാർത്ഥത്തിൽ യദുഹു എന്ന് പറയുമ്പോൾ മുദാഫു മുദാഫു ഇലൈഹിയാണ്. ഈ ഹു എന്നുള്ളത് ജറാണ്, പക്ഷെ ഇതൊരു ലമീർ ആയതുകൊണ്ട് ഇവിടെ ഇറാബ് ലഭിക്കുക മഹല്ലിലായിരിക്കും. അതായത് കെസർ കൊണ്ടല്ല ജറ് ചെയ്യേണ്ടത്, ഇവിടെ മഹല്ലിലായിരിക്കും ജറ് വരിക. ഇനി നമുക്ക് 12-ാം പാഠം ഔലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് മഅരിഫയുടെ രണ്ടാമത്തെ ഇനമായ അലമിനെ കുറിച്ചാണ്. അലമിന്റെ വ്യത്യസ്തമായ ഇനങ്ങളെ കുറിച്ചും ഉദാഹരണങ്ങളെ കുറിച്ചുമാണ്. ഇനി അതിന്റെ തെദ്രീബാത്തും കൂടി നമുക്ക് പഠിക്കാം. നഖറഉ, നമുക്ക് വായിക്കാം. റഅയ്തു, ഞാൻ കണ്ടു. അബ്ദുല്ലാഹി, അബ്ദുള്ള എന്നവരെ. സൈനുൽ ആബിദീൻ, അതായത് സൈനുൽ ആബിദീൻ എന്നവരെ ഞാൻ കണ്ടു. ഇവിടെ അബ്ദുള്ള എന്നത് ഇസ്മാണ്, സൈനുൽ ആബിദീൻ എന്നുള്ളത് ലഖബുമാണ്. അവ ലഖബും ഇസ്മും ഒരുമിച്ച് വന്നാൽ ആദ്യം ഇസ്മിനെ പറയണം, അബ്ദുള്ള എന്ന ഇസ്മിനെ പറഞ്ഞു. രണ്ടാമതായി സൈനുൽ ആബിദീൻ എന്ന ലഖബിനെയും പറഞ്ഞു. ഇവിടെ അബ്ദുള്ള എന്നതിന്റെ ബദലാണ് ആര്, സൈനുൽ ആബിദീൻ എന്നത്. അല്ലെങ്കിൽ അബ്ദുള്ള എന്നതിന്റെ അത്ഫു ബയാനാണ് ആര്, സൈനുൽ ആബിദീൻ എന്നത്. പക്ഷെ അബ്ദുള്ള എന്നതിലേക്ക് സൈനുൽ ആബിദീൻ എന്നതിനെ ഇളാഫ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇവ മുഫ്രദുകളല്ല, മുറക്കബാണ്. അബ്ദുള്ള എന്നതും സൈനുൽ ആബിദീൻ എന്നുള്ളത് എന്താണ്, മുറക്കബാണ്. അപ്പോൾ ഇളാഫ് ചെയ്യാൻ പാടില്ല, മറിച്ച് ബദലായിട്ടോ അത്ഫു ബയാനായിട്ടോ നമുക്കതിനെ പറയാം. രണ്ടാമത്തത് അബ്ദുല്ലാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു അവ്വലുൽ ഖുലഫാ, ഖുലഫാ റാഷിദുകളിൽ ആദ്യത്തെ ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ കുനിയത്ത് വന്നിട്ടുണ്ട്, അബൂബക്കർ എന്താണ്, കുനിയത്താണ്. നുജീബു, നമുക്ക് ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം അസ്സാനി മിൻ അൻവാഇൽ മആരിഫി മാ ഹുവ, മഅരിഫയുടെ ഇനങ്ങളിൽ രണ്ടാമത്തത് ഏതാണ്? അൽ അലമു, അലമു എന്നതാണ്. ഇത് മാരിഫ 6 ഇനങ്ങളാണ്. 6 ഇനങ്ങളും ക്രമത്തിൽ തന്നെ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടാമത്തത് ഏതാ, നാലാമത്തത് ഏതാ ചോദിക്കും. അപ്പോ ക്രമത്തിൽ തന്നെ പഠിക്കണം. 6 എണ്ണം പഠിച്ചാൽ മാത്രം പോരാ, ക്രമത്തിൽ തന്നെ പഠിക്കണം, നല്ലതാണ്. രണ്ടാമത്തെ ചോദ്യം അൽ അലമു ഖിസ്മാനി മാഹുമ, അലമുകൾ 2 ഇനമാണ്. ഏതൊക്കെയാണ് 2 ഇനങ്ങൾ? അലമു ഷഖ്സിൻ വ അലമു ജിൻസിൻ. ഒന്ന് അലമു ഷഖ്സാണ്, രണ്ടാമത്തത് അലമു ജിൻസാണ്. മൂന്നാമത്തെ ചോദ്യം അൽ ലഖബു മാ ഹുവ, ലഖബ് എന്നാൽ എന്താണ്? അൽ ലഖബു, ലഖബ് എന്ന് പറഞ്ഞാൽ മാ അശ്അറ ബി മദ്ഹിൻ, പുകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത്. ക ശംസുൽ ഉലമ, ശംസുൽ ഉലമ എന്നതുപോലെ അതിന്റെ ഉദാഹരണമാണ്. പുകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത് എന്നതിന്റെ ഉദാഹരണമാണ് ശംസുൽ ഉലമ എന്നത്. ഔ ബിദമ്മിൻ, അല്ലെങ്കിൽ ഇകഴ്ത്തൽ കൊണ്ട് അറിയപ്പെട്ടത്. കൻഫിനാഖ, ഒട്ടകത്തിന്റെ മൂക്ക് എന്നതുപോലെ. യുഅഖറു ലഖബു അമ്മ, യുഅഖറു പിന്തിപ്പിക്കപ്പെടും, അൽ ലഖബു ലഖബിനെ, അമ്മ എന്തിനെ തൊട്ട്. യുഅഖറു ലഖബു ലഖബിനെ പിന്തിപ്പിക്കപ്പെടും
ഫിൽ ഇസ്തിഅമാൽ ഉപയോഗത്തിൽ അനിൽ ഇസ്മി ഇസ്മിനെ തൊട്ട്, അതായത് ആദ്യം ഇസ്മിനെ പറയണം എന്നിട്ട് ലഖബിനെ പറയണം. അടുത്തത് അൽ കുനിയത്തു മാഹിയ, എന്താണ് കുനിയത്ത് എന്ന് പറഞ്ഞാല്? അൽ കുനിയത്തു, കുനിയത്ത് എന്ന് പറഞ്ഞാൽ മാ സുദ്ദിറ ബി അബിൻ, അബു എന്നതുകൊണ്ട് തുടങ്ങപ്പെട്ടത്, ഔ ഉമ്മിൻ അല്ലെങ്കിൽ ഉമ്മു എന്നതുകൊണ്ട് തുടങ്ങപ്പെട്ടത്. ഉദാഹരണം അബു എന്നതുകൊണ്ട് തുടങ്ങിയതിന് ഉദാഹരണം അബൂബക്കർ, അബൂ സുഫിയാന്, അബൂ ജഹല്, അബൂ സിനാന്, അബൂ ഫാദർ എന്നതുപോലെ പേരിന്റെ തുടക്കത്തിൽ അബു എന്ന് വന്നത്. രണ്ടാമത്തത് ഉമ്മു എന്ന് വന്നത് ഉമ്മു ജമീല, ഉമ്മു റുമാൻ, ഉമ്മു ഹബീബ എന്നതുപോലെ ഉമ്മു എന്ന് ഇസ്മിന് മുമ്പിൽ തുടങ്ങിയത്. അതാണ് എന്ത്? കുനിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഉമ്മു അല്ലെങ്കിൽ അബു എന്നിവ കൊണ്ട് തുടങ്ങിയത്. നുബയ്യിനു ഔലാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല തർതീബി, നുബയ്യിനു നമുക്ക് വ്യക്തമാക്കാം, ഔലാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മക്കളെ അല തർതീബ് ക്രമത്തില്. നബി തങ്ങൾക്ക് 7 മക്കളുണ്ട്, 7 മക്കളുടെ പേര് ക്രമത്തിൽ എഴുതാനാണ്. ഒന്ന് ഖാസിം, രണ്ടാമത്തത് സൈനബ്, മൂന്നാമത്തത് റുഖയ്യ, നാലാമത്തത് ഫാത്തിമ, അഞ്ചാമത്തത് ഉമ്മു കുൽസൂം, ആറാമത്തത് അബ്ദുള്ള, ഏഴാമത്തത് ഇബ്രാഹിം. ഇത് ഒരു പൊതുപരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ക്രമത്തിൽ എഴുതാൻ. ഖാസിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുള്ള, ഇബ്രാഹിം. അങ്ങനെ പഠിച്ചാൽ മതി, പെട്ടെന്ന് നമുക്കത് പഠിക്കാൻ കഴിയും. മയ്യിസിൽ ഇസ്മ വൽ ലഖബ വൽ കുനിയത മിനൽ ജുമലിൽ ആതിയതി വഹരിക്ഹ, താഴെയുള്ള ജുംലയിൽ നിന്ന് ഇസ്മിനെയും ലഖബിനെയും കുനിയത്തിനെയും വേർതിരിക്കാനാണ്. അതുപോലെ തന്നെ അതിന് ഹർക്കത്തിട്ട് കൊടുക്കാനാണ്. ഖുതില ഹുസൈനു ബിൻ അലിയൻ അസദുല്ലാഹി ബിൻ അബി ത്വാലിബ്. ഇവിടെ ഇസ്മുണ്ട്, ലഖബുണ്ട്, കുനിയത്തുണ്ട്. അറിയാം, ഇസ്മ എന്ന് പറഞ്ഞാൽ പേരാണ്. അപ്പൊ ഇവിടെ പേര് എന്നുള്ളത് ഹുസൈൻ. ഹുസൈൻ എന്നത് എന്താണ്? പേരാണ്. അതുപോലെ തന്നെ അലിയൻ, അലിയൻ എന്നതും പേരാണ്. രണ്ടാമത്തത് ലഖബ്. ലഖബ് എന്നത് സ്ഥാനപ്പേരായിരിക്കും. ഒന്നല്ലെങ്കിൽ മദ്ഹ് കൊണ്ട് അല്ലെങ്കിൽ ദമ്മ് കൊണ്ടോ കിട്ടിയ പേരായിരിക്കും. ലഖബ് എന്നുള്ളത് അസദുള്ള, അള്ളാഹുവിന്റെ സിംഹം. ഇതെന്താണ്? മാ അശ്അറ ബിമദ്ഹിൻ, അസദുള്ള എന്നാണ് ഇവിടുത്തെ ലഖബ്. കുനിയത്ത് എന്താണ്? അബ് അല്ലെങ്കിൽ ഉമ്മ് എന്നതുകൊണ്ട് തുടങ്ങിയതായിരിക്കും. അപ്പൊ അബി ത്വാലിബ്. ഇവിടെ എന്തുകൊണ്ടാണ് അബി എന്ന് വന്നത്? അബു എന്നല്ലേ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു. മുഅറബ് മബ്നിയുടെ പാഠത്തില് ഫുറൂഇയായ അടയാളങ്ങളെ കൊണ്ട് ഇഅ്റാബ് ലഭിക്കുന്നതിൽ പെട്ടതാണ് അസ്മാഉ സിത്ത. അബു എന്നത് അതിൽപ്പെട്ടതാണ്, അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. അബു എന്നതിനെ ജറ് ചെയ്യേണ്ടത് യാ കൊണ്ടാണ്. ഇവിടെ ജറാണ് ഇവിടുത്തെ ഇഅ്റാബ്. അതുകൊണ്ട് ഇവിടെ യാ കൊണ്ടാണ് ജറ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ അബി എന്ന് വന്നത്. അപ്പൊ കുനിയത്തിന് ഉദാഹരണം അബി ത്വാലിബ്. ഇനി നമുക്ക് 13-ാം പാഠം അഖ്വാലുൽ അംബിയ, അസ്മാഉൽ ഇഷാറയെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പഠിച്ചത്. ഇനി അതിന്റെ തെദിരീബാത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. അജിബ്, ഉത്തരം എഴുതുക. ഇലാമ യുഷാറു ബി ഹുനാലിക, ഹുനാലിക എന്നതുകൊണ്ട് ഇഷാറത്താക്കപ്പെടുന്നത് ഏതിലേക്കാണ്? യുഷാറു ബി ഹുനാലിക, ഹുനാലിക കൊണ്ട് ഇഷാറത്താക്കപ്പെടുന്നത് ഇലൽ മക്കാനിൽ ബഈദ്, വിദൂര സ്ഥലത്തേക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ബിമാദ യുഷാറു ഇലൽ മുഅന്നസിൽ മുഫ്രദിൽ ഖരീബ്, മുഅന്നസ് ആണ്, മുഫ്രദാണ്, അടുത്തുള്ളതിലേക്കാണ്. എന്തുകൊണ്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ദി, ദി, തി, ത, തി ഇവ കൊണ്ടെല്ലാമാണ്. അടുത്ത ചോദ്യം, യുഷാറു ബി ഹന്ന ഇലാമ, ഹന്ന എന്നത് കൊണ്ട് ഏതിലേക്കാണ് ഇഷാറത്താക്കപ്പെടുന്നത്? ഇലൽ മക്കാനിൽ ബഈദ്. അടുത്ത ചോദ്യം, ഇലാമ യുഷാറു ബി ഉലായിക, ഉലായിക കൊണ്ട് ഇഷാറത്താക്കപ്പെടുന്നത് ഏതിലേക്കാണ്? ഇലൽ മക്കാനിൽ ബഈദ്, വിദൂര സ്ഥലത്തേക്കാണ്. ബയ്യിൻ, വ്യക്തമാക്കുക. മാ യുഷാറു ഇലൽ മക്കാനിൽ ബഈദ്, വിദൂര സ്ഥലത്തേക്ക് ഇഷാറത്താക്കപ്പെടുന്നത്. യുഷാറു ഇലൽ ബഈദ്, വിദൂര സ്ഥലത്തേക്ക് ഇഷാറത്താക്കപ്പെടും ബി ഹുനാക, ഹുനാക എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഹാ ഹുനാക, അല്ലെങ്കിൽ സമ്മ, അല്ലെങ്കിൽ ഹുനാലിക, അല്ലെങ്കിൽ ഹന്ന, അല്ലെങ്കിൽ ഹിന്ന. അടുത്ത ചോദ്യം, ഇഅ്റാബു സാനി, സാനി എന്നതിന്റെ ഇഅ്റാബ് എന്താണ്? യുഅ്റബു കൽ മുസന്ന, മുസന്നയെ പോലെ ഇഅ്റാബ് ചെയ്യപ്പെടും. എന്നാണ് മുസന്നയുടെ ഇഅ്റാബ്? അലിഫ് കൊണ്ട് റഫ്ഉ, യാ കൊണ്ട് ജറും നസ്ബും. അതായത്
റഫ് ആണെങ്കിൽ ദാനി എന്ന് പറയണം. ഇനി നസ്ബോ ജറ ആണെങ്കിലോ ദൈനി എന്ന് പറയണം. അടുത്ത ചോദ്യം, അഖ്സാമു അസ്മാഇൽ ഇഷാറ, അസ്മാഉൽ ഇഷാറയുടെ ഇനങ്ങൾ വ്യക്തമാക്കാനാണ്. മായുഷാറു ഇലൽ മുഫ്രദി, മുഫ്രദിലേക്ക് ഇഷാറത്താക്കപ്പെടുന്നത്. മായുഷാറു ഇലൽ മുസന്ന, മുസന്നയിലേക്ക് ഇഷാറത്താക്കപ്പെടുന്നത്. മായുഷാറു ഇലൽ ജംഇ, ജംഇലേക്ക് ഇഷാറത്താക്കപ്പെടുന്നത്. ഇങ്ങനെ 3 ഇനങ്ങളാണ്. കമ്മിൽ ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാനാണ്. ബൈത്തു ഖാലിദിൻ, ഖാലിദിന്റെ വീട്. തി ഹാദിഹി ഹാദ, അതിന് യോജിച്ചത് ഏതാ? ഹാദ, ഹാദ ബൈത്തു ഖാലിദിൻ. രണ്ടാമത്തത് റജുലാനി അബിയലാനി, 2 വെളുത്ത പുരുഷന്മാര്. താനി ഉലായിക്ക ദാനി, ഇതിലേതാണ് ശരി? അതായത് താനി എന്നുള്ളത് മുഅന്നസിനാണ്, ഉലായിക്ക എന്നുള്ളത് ജംഇനാണ്. ദാനി എന്നാണ് ശരി. ദാനി റജുലാനി അബിയലാനി. മൂന്നാമത്തത് നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം. തിൽക നിഅമത്തു റബ്ബി. ഇനി നമുക്ക് 14-ാം പാഠം ഈസാ അലൈഹിസ്സലാം, മൗസൂലെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. 2 വിധ മൗസൂലകളൊക്കെ ഉണ്ട്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ തദ്രീബാത്ത് കൂടി നമുക്ക് പഠിക്കാം. ഇഖ്റ, നീ വായിക്കുക. ഹുവല്ലദീ ഖലഖഹുല്ലാഹു ബിലാ വാസിതതി അബിൻ, ഹുവ അദ്ദേഹം, അല്ലദീ ഖലഖഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ചു, ബിലാ വാസിതതി അബിൻ പിതാവെന്ന മാധ്യമം കൂടാതെ അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചു. ഇവിടെ അല്ലദീ എന്നുള്ളതാണ് മൗസൂല. എന്തുകൊണ്ട്? ഹുവ എന്ന് പറയുന്നത് മുദക്കറാണ്, മുഫ്രദുമാണ്. അതുകൊണ്ടാണ് അല്ലദീ എന്ന് പ്രയോഗിച്ചത്. രണ്ടാമത്തത് ബിന്തു ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, ബിന്തു ഇമ്രാന, ഇമ്രാന്റെ മകൾ. അല്ലത്തി അഹ്സനത് ഫർജഹ, അവൾ എങ്ങനത്തെവളാണ്? അവളുടെ ഫർജിനെ സൂക്ഷിച്ചു. ഇവിടെയോ അല്ലത്തി എന്നുള്ളതാണ് മൗസൂല. എന്തുകൊണ്ട് അല്ലത്തി? ബിന്ത് എന്നത് മുഫ്രദാണ്, മുഅന്നസാണ്. അടുത്ത ഉദാഹരണം, അല്ലദാനി ഹുമാ യുസല്ലിയാനി മിൻ അസ്ദിഖാഇന, അല്ലദാനി 2 പേര്. എങ്ങനത്തെവരാണ്? ഹുമാ അവർ 2 പേരും, യുസല്ലിയാനി നിസ്കരിക്കുന്നവരാകുന്നു, മിൻ അസ്ദിഖാഇന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്. ഇവിടെ എന്താണ്? അല്ലദാനി എന്നുള്ളത് എന്താണ്? മുദക്കറാണ്, മുസന്നയാണ്. അതുകൊണ്ടാണ് അല്ലദാനി എന്ന് വന്നത്. അടുത്തത് അല്ലതാനി തുരീദാനിൽ ഖുറൂജ ലിൽ ഹജ്ജി മിൻ അഖവാതിന, അല്ലതാനി 2 പേരാകുന്നത്. എങ്ങനത്തെവരാണ് അവര്? തുരീദാൻ അവർ 2 പേരും ഉദ്ദേശിക്കുന്നു, അൽ ഖുറൂജ പുറപ്പെടാൻ, ലിൽ ഹജ്ജി ഹജ്ജിന് വേണ്ടി, മിൻ അഖവാതിന നമ്മുടെ സഹോദരിമാരിൽ നിന്ന്. ഇവിടെയോ അല്ലതാനി എന്നുള്ളതാണ് മൗസൂല. എന്തുകൊണ്ട്? ഇവിടെ തുരീദാനി എന്ന് പറയുമ്പോ അതെന്താണ്? അത് മുസന്നയാണ്, അതുപോലെ തന്നെ മുഅന്നസും കൂടിയാണ്. അടുത്തത് ഇവിടെയോ അടിക്കുന്നവൻ വന്നു, അടിക്കുന്നവളും വന്നു, അടിക്കുന്നവരും വന്നു. ഇവിടെ മൗസൂൽ ഏതാ? ഇവിടെ അലിഫ്ലാമാണ്. അൽ എന്നുള്ളതാണ്. കാരണം എന്താ? ഇസ്മു ഫാഇലിന്റെയോ ഇസ്മു മഫ്ഊലിന്റെയോ കൂടെ അലിഫ്ലാം വന്നാൽ എന്തായിരിക്കും? അത് മൗസൂലായിരിക്കും. അജിബ്, ഉത്തരം എഴുതുക. അൽ മൗസൂലു മാഹുവ, എന്താണ് മൗസൂൽ എന്ന് പറഞ്ഞാല്? അൽ മൗസൂലു, മൗസൂൽ എന്നാൽ മാ ഒന്നാണ്, യഫ്തഖിറു ആവശ്യമാകുന്ന ഒന്നാണ്, ഇലാ സിലത്തിൻ സിലയിലേക്ക് ആവശ്യമായ ഒന്നാണ് മൗസൂല. ഫീഹ ആ സിലയിലുണ്ട്, ലൊമീറുൻ ആഇദുൻ ഇലൈഹി മൗസൂലയിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ അവിടെ ഉണ്ട്, സിലയിലുണ്ട്. എങ്ങനത്തതാണത്? എങ്ങനത്തെ ലൊമീറാണ്? മുതാബിഖുൻ ലഹു മൗസൂലയോട് യോജിച്ച ലൊമീർ. ഏതൊക്കെ വിഷയത്തില്? ഫിൽ ഇഫ്രാദി ഇഫ്രാദിലും, അല്ല മുഫ്രദിലും, വത്തസ്നിയതി തസ്നിയയിലും, വൽ ജംഇ ജംഇലും, വത്തദ്കീരി മുദക്കറിലും, വത്തഇനീസി മുഅന്നസിലും. ഇതിലൊക്കെ യോജിക്കുന്ന ഒരു ലൊമീർ അവിടെ ഉണ്ട്, സിലയിലുണ്ട്. രണ്ടാമത് അൽ മൗസൂലു ദർബാനി മാഹുമ, മൗസൂല 2 ഇനങ്ങളാണ്. ഏതൊക്കെയാണ് ആ 2 ഇനങ്ങൾ? ഖാസത്തുൻ വ മുഷ്തറകത്തുൻ. ഒന്ന് ഖാസ, രണ്ടാമത്തത് മുഷ്തറക.
അടുത്തത് ലഫ്ലാനി യുറബാനി ഖൽ മുസന്ന മാഹുമ. മുസന്നയെ പോലെ ഇഅ്റാബ് ചെയ്യപ്പെടുന്ന രണ്ട് ലഫ്ലുകൾ ഏതൊക്കെയാണ്? അല്ലദാനി, അല്ലതാനി. എന്താണ് മുസന്നയുടെ ഇറാബ്? അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറും നസ്ബും ചെയ്യും. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു അല്ലെ എന്താണ് മുസന്നയുടെ ഇറാബ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇത് അല്ലദാനിയും അല്ലതാനിയും അതേപോലെ തന്നെയാണ് ഇറാബ് ചെയ്യപ്പെടുക. ബയ്യിൻ വ്യക്തമാക്കുക. അൽ ഖാസതു മിനൽ അസ്മാഇൽ മൗസൂല, അസ്മാഉൽ മൗസൂലയിൽ നിന്നുള്ള ഖാസ അതെന്താണെന്ന് വ്യക്തമാക്കാനാണ്. ഖാസ എന്നാൽ അൽ ഖാസതു, ഖാസ എന്നാൽ തഖ്തസ്സു പ്രത്യേകമാകും, ഫി മഅനൻ അർത്ഥത്തിൽ, വുദിഅത് ലഹു അതിനു വേണ്ടി വെക്കപ്പെട്ട അർത്ഥത്തിൽ പ്രത്യേകമാകും. അതിന്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഒരു വട്ടം വായിച്ചതാണ്, അതുകൊണ്ട് ഉദാഹരണങ്ങൾ പറയുന്നില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കണം. അതായത് അല്ലദി എന്നത് എന്താണ്? മുഫ്രദാണ്, മുദക്കറാണ്. അല്ലദാനി എന്നുള്ളതോ മുസന്നയാണ്, മുദക്കറാണ്. അല്ലദീന എന്ന് പ്രയോഗിക്കണമെങ്കിൽ അത് ജമ്മായിരിക്കണം, മുദക്കറുമായിരിക്കണം. അല്ലത്തി എന്ന് പറയണമെങ്കിൽ അത് മുഫ്രദായിരിക്കണം, മുഅന്നസായിരിക്കണം. അല്ലതാനി എന്നുള്ളതോ മുസന്നയാണ്, മുഅന്നസാണ്. അല്ലാത്തി, അല്ല എന്നുള്ളതൊക്കെ എന്താണ്? ജംആണ്, മാത്രമല്ല മുഅന്നസും ആണ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ പാഠത്തിൽ രണ്ട് ഇനം മൗസൂലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഖാസ, ഒന്ന് മുഷ്തറക. ഖാസ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ വെക്കപ്പെട്ടത് അത് അർത്ഥത്തിൽ പ്രത്യേകമാവും, അതിനു വേണ്ടി വെക്കപ്പെട്ട അർത്ഥത്തിൽ പ്രത്യേകമാകുന്നു. അതായത് അല്ലദി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? മുഫ്രദും മുദക്കറും തന്നെയായിരിക്കണം. എന്നാൽ അതേസമയം മൗസൂലയുടെ മറ്റൊരു ഇനമാണ് മുഷ്തറക. അതിന് മുഫ്രദാണോ, ജംഓ, മുസന്നയോ, മുദക്കറോ, മുഅന്നസോ അങ്ങനെയൊന്നുമില്ല, അത് എവിടെയും പ്രയോഗിക്കാം. നമ്മൾ അടുത്തത് അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മനസ്സിലാവും മുഷ്തറകയും ഖാസയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് മൗസൂലയുടെ അടുത്ത ഇനമായ മുഷ്തറകയെ കുറിച്ച് പഠിക്കാം. എന്താണ് മുഷ്തറക? അൽ മുഷ്തറകത്തു, മുഷ്തറക എന്നാൽ തശ്തരികു ഫീ മആനി, അർത്ഥങ്ങളിൽ പങ്കാകുന്നതാണ്. അതായത് ഖാസയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? എന്തിനു വേണ്ടി വെക്കപ്പെട്ടതാണോ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് അല്ലദി എന്ന പദം നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ അത് മുഫ്രദായിരിക്കണം, മുദക്കറുമായിരിക്കണം. അല്ലത്തി എന്നുള്ളതോ മുഅന്നസായിരിക്കണം, മുഫ്രദായിരിക്കണം. എങ്കിലേ അല്ലത്തി എന്ന് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഖാസയുടെ എല്ലാ ഹർഫുകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ മുഷ്തറക അങ്ങനെയല്ല, പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാം. അതായത് ഈ മൻ എന്നുള്ളത് അല്ലെങ്കിൽ മ എന്നുള്ളത് ഐ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം? അത് മുദക്കറാകട്ടെ, മുഅന്നസാകട്ടെ, മുഫ്രദാകട്ടെ, തസ്നിയാകട്ടെ, ജംആവട്ടെ, ഏതിനും പ്രയോഗിക്കാൻ പറ്റും. നമ്മൾ സിലയിലേക്ക് നോക്കിയിട്ടാണ് അത് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. നോക്കാം, രണ്ട് ഉദാഹരണം നമുക്ക് വായിക്കാം. മൻ, മൻ എന്നതിന് ഉദാഹരണം കൊടുത്തിട്ടുള്ളത് മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. മൻ ഒരാളെ അല്ലെങ്കിൽ ഒരുത്തനെ, ഒരുത്തിയെ, ഒരു കൂട്ടം ആളുകളെ എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ സിലയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. ജാഅത്ത് എന്ന് പറയുമ്പോൾ മുഅന്നസാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. മൻ ജാഅത്ത്, വന്ന ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവിടെ താ ഇല്ല, ജാ എന്ന് മാത്രമാണെങ്കിലും എഴുതി വെച്ച് ശരി തന്നെയാണ്. കാരണം മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല, മൻ ഒരുത്തനെ, ജാ വന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇവിടെ മുദക്കറായാലും മുഅന്നസായാലും തസ്നിയായാലും ജംആയാലും ഒക്കെ എന്ത് പറയാ? ഈ മൻ എന്ന് തന്നെ പ്രയോഗിക്കാം. എന്നാൽ ഖാസ് അങ്ങനെ ആയിരുന്നില്ല. ഖാസ്ക്ക് മാറ്റിയിട്ട് വരും. ഖാസ്ക്ക് അല്ലദി എന്ന് പ്രയോഗിക്കാൻ അവിടെ മുഫ്രദായിരിക്കണം, മുദക്കറായിരിക്കണം. എന്നാൽ ഇവിടെയോ മുഷ്തറകയിലോ അങ്ങനെയൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാ പദങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യണ്ട? മുദക്കറാണെന്നോ മുഅന്നസാണെന്നോ തസ്നിയാണെന്നോ ജംആണെന്നോ നോക്കണ്ട, എല്ലാത്തിനും ഇത് പ്രയോഗിക്കാൻ പറ്റും. കമ്മിൽ ബിസ്സിലത്തിൽ മുനാസിബ, യോജിച്ച സില കൊണ്ട് പൂർത്തിയാക്കാനാണ്. അൽ മുഅ്മിനൂന ഡാഷ് ബിൽ ഗൈബി, എന്താണ്? അൽ മുഅ്മിനൂന യുഅ്മിനൂന ബിൽ ഗൈബി. ഇവിടെ ഏതാണ് മൗസൂല? അൽ മുഅ്മിനൂന എന്നുള്ളിടത്ത് അലിഫ് ലാം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മൗസൂല. രണ്ടാമത്തത് അല്ലതാനി അൽ ഖഹ്വ, അൽ ഖഹ്വത ഉമ്മി വ ഉഖ്തി. ഇവിടെയോ അല്ലതാനി എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താ കൊടുക്കുക? ശരിബതാ, എന്റെ സഹോദരിയും എന്റെ ഉമ്മയും അവർ രണ്ടുപേരും കോഫി കുടിച്ചു. അല്ലാഇ ജംആണ്,
മാത്രമല്ല മുഅന്നസ് ആണ്. അപ്പോ അല്ലാഇ യുത്ഇംന ത്വആമ മിനൽ മുസാഫിറാത്തി. ഇനി നമുക്ക് 15-ാം പാഠം അൽളിയാഫ. മഅരിഫയുടെ ഇനമായ അലിഫ്ലാമുകളെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ തെദ്രീബാത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. അജിബ്, ഉത്തരം പറയുക. അഖ്സാമു അൽ മുഅറഫത്തി മാഹിയ. മഅരിഫയുടെ അലിഫ്ലാമിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ്? 5 എണ്ണാണ് നമ്മുടെ പുസ്തകത്തിലൂടെ പറയുന്നത്. ഒന്ന് ലി അഹ്ദി സിക്രിയിൻ, മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത്. രണ്ടാമത്തത് ലി അഹ്ദി സിഹ്നിയിൻ, മനസ്സിൽ അറിയപ്പെട്ടത്, അതായത് ഹൃദയത്തിൽ അറിയപ്പെട്ടത്. മൂന്നാമത്തത് തഅരീഫുൽ ജിൻസ്, വർഗത്തെ മഅരിഫയാക്കുന്നതിന്. നാലാമത്തത് ഇസ്തിഗ്റാഖുൽ ജിൻസ്, വർഗത്തെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്നതിന്. അഞ്ചാമതായി ഇസ്തിഗ്റാഖുസ് സിഫാത്ത്, വിശേഷണങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിന്, എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളിക്കുന്നതിന്. രണ്ടാമത്തെ ചോദ്യം അൽ ഖാമിസു മിൻ അൻവാഇൽ മആരിഫി മാ ഹുവ. മഅരിഫയുടെ ഇനങ്ങളിൽ 5-മത്തത് ഏതാണ്? അൽ മുഅറഫു ബി അൽ, അലിഫ്ലാം കൊണ്ടുള്ള മഅരിഫ. അതായത് മഅരിഫ 6 ഇനങ്ങളാണ്. 6 ഇനങ്ങളും അതിന്റെ ഓർഡർ ആയിട്ട് തന്നെ പഠിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദ്യം വരിക 4-മത്തത് ഏതാ, 3-മത്തത് ഏതാ ചോദിക്കും. അപ്പൊ അതിന്റെ ക്രമത്തിൽ തന്നെ അത് പഠിക്കണം. ഈത്തി മിസാലൻ ലികുല്ലി വാഹിദിൻ മിമ്മാ യഅതി. താഴെയുള്ള എല്ലാത്തിനും ഉദാഹരണങ്ങൾ കൊണ്ടുവരിക. ആദ്യം അൽ ലി അഹ്ദി ദിക്രിയിൻ, മുമ്പ് പറഞ്ഞതിനാൽ അറിയപ്പെട്ടത്. അതിനുള്ള ഉദാഹരണം ദഖല റജുലുൻ, ഒരാൾ വന്നു. അജ്ലസ്തു, ഞാൻ ഇരുത്തി. അർറജുല, അയാളെ. രണ്ടാമത്തത് അൽ ലി അഹ്ദി സിഹ്നിയിൻ, മനസ്സിൽ ഹൃദയത്തിൽ അറിയപ്പെട്ടത്. ഉദാഹരണം ദഹബൽ ഉസ്താദു, ഉസ്താദ് പോയി. മൂന്നാമത്തത് അൽ ലി തഅരീഫിൽ ജിൻസ്, വർഗത്തെ മഅരിഫയാക്കുന്നതിന്. ഉദാഹരണം അർറജുലു ഖൈറു മിനൽ മർഅ, പുരുഷവർഗം സ്ത്രീവർഗത്തെക്കാൾ ഉത്തമമായതാണ്. നാലാമത്തത് അൽ ലി ഇസ്തിഗ്റാഖിൽ ജിൻസ്, വർഗം മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളതിന്. ഉദാഹരണം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യവർഗം മുഴുവനും നഷ്ടത്തിലാണ്. അഞ്ചാമത്തത് അൽ ലി ഇസ്തിഗ്റാഖിസ് സിഫാത്ത്, വിശേഷണങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിക്കാനുള്ളത്. ഉദാഹരണം ആയിഷ ഹിയൽ മർഅ, ആയിഷ അവളാണ് പെണ്ണ്. ഇനി നമ്മുടെ ലിസാനുൽ ഖുർആനിലെ അവസാന പാഠം 16-ാം പാഠം ഖിബിലതുന. നെക്റയെ മഅരിഫയിലേക്ക് ചേർക്കപ്പെട്ടാൽ അത് മഅരിഫയാകും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ തെദ്രീബാത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. ഇജ്അലിൽ അൽഫാദൽ ആതിയ മുളാഫതൻ ഇലൽ മആരിഫ്, താഴെയുള്ള പദങ്ങളിലേക്ക് മഅരിഫകളെ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. സൗബു സൈദിൻ അഹ്സനു, സൈദിന്റെ വസ്ത്രം നല്ലതാണ്. ഇവിടെ സൈദ് എന്നത് അലമാണ്, അങ്ങനെ അത് മഅരിഫയായി. രണ്ടാമത്തത് ജിൽബാബുൽ മർഅത്തില്ലത്തി തുസല്ലി അഹ്മറു, നിസ്കരിക്കുന്ന സ്ത്രീയുടെ മുഖമക്കന ചുവന്ന നിറത്തിലുള്ളതാണ്. ഇവിടെ അല്ലത്തി എന്നത് എന്താണ്? മൗസൂലയാണ്, അതുകൊണ്ടാണ് ഇത് മഅരിഫയായത്. അടുത്തത് നഅലു ദാലിക ഹസനുൻ, നഅലു ദാലിക, ആ ചെരുപ്പ്, ഹസനുൻ നല്ലതാണ്. ദാലിക എന്നത് എന്താണ്? ഇസ്മു ഇഷാറയാണ്, അതുകൊണ്ട് ഇത് മഅരിഫയായി. അടുത്തത് കിതാബുന, നമ്മുടെ പുസ്തകം, ജദീദുൻ പുതിയതാണ്. ഇവിടെ ന ഇതെന്താണ്? ലൊമീറാണ്, ലൊമീർ മഅരിഫയാണ്. അവസാനത്തത് ലൗനുൽ ജിദാരി സവാദുൻ, ചുമരിന്റെ നിറം കറുപ്പാണ്. ഇവിടെ അൽ ജിദാർ എന്താണ്? ഇവിടെ അലിഫ് ലാം എന്താണ്? മഅരിഫയാണ്, അതുകൊണ്ട് ഇതും മഅരിഫയായി. ബയ്യിൻ അഖ്സാമൽ മആരിഫി കുല്ലഹ, മഅരിഫയുടെ എല്ലാ ഇനങ്ങളും വ്യക്തമാക്കുക. 1 അൽ-ലമാഇർ, ലമീറുകൾ. 2 അലമ്. 3 അസ്മാഉൽ ഇഷാറ. 4 അൽ മൗസൂൽ. 5 അൽ മുഅറഫു ബിൽ അലിഫ് വൽ ലാം. 6 അൽ മുളാഫു ഇലാ വാഹിദി മിമ്മാ ദുക്ര മിനൽ മആരിഫിൽ ഖംസ. അവസാനം പറഞ്ഞത് നമ്മൾ 5 മഅരിഫയുടെ അടയാളങ്ങൾ പറഞ്ഞു. ലമീർ, അലമ്, അസ്മാഉൽ ഇഷാറ, മൗസൂല്, മുഅറഫ് ബിൽ അലിഫ് വൽ ലാം. ഈ 5-ൽ ഏതെങ്കിലും ഒന്നിലേക്ക് നെക്റയെ ചേർക്കപ്പെട്ടാലും അത് മഅരിഫയാകും.